കഥ തുടരുന്നു. തുറന്നു വച്ച ബ്രീഫ് കേസിലേക്ക് നോക്കിക്കൊണ്ട് ബ്ലാക്ക് റോബോട്ട് ചിരിച്ചു. 25 ലക്ഷം. എടാ മന്ത്രി, തൻ്റെ കുളം തോണ്ടിനാൻ. പിന്നെയെ തന്നെ കൊല്ലു. തൻ്റെ മകൾ, അവൾ സുന്ദരിയാണ്. മുറിയിൽ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഒരു മണി മുഴങ്ങി. ഉടനെ അയാൾ ഭിത്തിയിലെ ഒരു സ്വിച്ച് അമർത്തി. ഒരു ഭാഗത്തെ ഭിത്തി നിരങ്ങി മാറി. അതുവഴി ഒരു സ്ത്രീ അകത്തേക്ക് വന്നു. അവരെ കണ്ടാൽ ആരും ഒന്ന് ഞെട്ടുമായിരുന്നു. മുഖത്ത് 2 വലിയ മുറിപ്പാടുകൾ, കണ്ണുകളിൽ അസാമാന്യ തിളക്കം. അവർക്ക് ഏതാണ്ട് 60 വയസ്സിലധികം പ്രായം കാണും. പ്രൗഢവേഷം, ആഭരണങ്ങളൊന്നുമില്ല. കയ്യിൽ ഒരു വടിയുണ്ട്. അത്യന്താധുനികമായ ഒരു ആയുധം കൂടിയാണത്. മമ്മി, അവരെ കണ്ടപ്പോൾ ബ്ലാക്ക് റോബോട്ട് എന്ന ഭീകരൻ പോലും പരിങ്ങി. നീ ഇന്നലെ എന്താണ് എൻ്റെ അടുത്ത് വരാഞ്ഞത്? ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഗോപാൽ സിംഗിനോട് 25 ലക്ഷം രൂപ വാങ്ങി. ഇതാ, അയാൾ കൈ ചൂണ്ടി. അതുകൊണ്ടായില്ല. അവൻ നരകിക്കുന്നത് എനിക്ക് കാണണം. ഓക്കെ മമ്മി, അധികം വൈകാതെ ഞാനത് സാധിക്കും. ഒന്ന് അമർത്തി മൂളിയിട്ട് ആ സ്ത്രീ വാതിൽ കടന്നു പോയപ്പോൾ അയാൾ സ്വിച്ച് അമർത്തി ഭിത്തി പഴയ നിലയിലാക്കി. 2 ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു സന്ധ്യാസമയത്ത് പാർക്കിൽ നിന്നും തൻ്റെ ബോയ് ഫ്രണ്ടിനോടൊന്നിച്ച് പുറത്തു വന്ന ഗ്ലോറി അയാളോട് യാത്ര പറഞ്ഞ് തൻ്റെ കാറിൽ കയറി. സ്വയം ഡ്രൈവ് ചെയ്തവർ പോയി. അല്പം കഴിഞ്ഞപ്പോൾ പിൻസീറ്റിൽ നിന്നും ഒരു മനുഷ്യൻ എഴുന്നേറ്റിരുന്നു. അവളുടെ നേരെ റിവോൾവർ ചൂണ്ടി. കാർ നിർത്തടി. അവൾ നടുങ്ങി. കാർ അറിയാതെ ബ്രേക്കിലമർന്നു. നിങ്ങൾ ആരാണ്? ഗ്ലോറി വിറയാർന്ന ശബ്ദത്തിൽ തിരക്കി. ബ്ലാക്ക് റോബോട്ട്. അവൾ വിറച്ചുപോയി. പക്ഷേ തന്നെയും ഒരപകടം പിന്തുടരുന്ന വിവരം ബ്ലാക്ക് റോബോട്ടും അറിഞ്ഞില്ല. ആ സമയം അയാൾ ധരിച്ചിരുന്നത് ഒരു അയഞ്ഞ ഷർട്ടും ജീൻസുമായിരുന്നു. നീണ്ട താടിയും മുടിയും കണ്ണടയും. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു കഞ്ചാവ് സേവക്കാരൻ്റെ ഭാവം. പാർക്കിൽ വെച്ച് തന്നെ അയാൾ ഗ്ലോറിയെയും കാമുകനെയും അലസഭാവത്തിൽ പിന്തുടരുകയായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ 2 കണ്ണുകൾ അയാളെയും വീക്ഷിച്ചിരുന്നു. ഒരു പോലീസുകാരൻ. ഗേറ്റിന് പുറത്ത് വെച്ച് അതിസുന്ദരിയായ ഒരു യുവതിയുമായി ബ്ലാക്ക് റോബോട്ട് ഒരു കവർ കൈമാറ്റം ചെയ്തു. അത് യാദൃശ്ചികമായി കാണുവാൻ ഇടയായ പോലീസുകാരന് അതിൽ എന്തോ സംശയം തോന്നുകയും ബ്ലാക്ക് റോബോട്ടിനെ ശ്രദ്ധിക്കുകയുമാണുണ്ടായത്. അയാൾ ഗ്ലോറിയുടെ കാറിൻ്റെ പിൻസീറ്റിൽ കയറുന്നത് പോലീസുകാരൻ മറഞ്ഞു നിന്ന് കണ്ടു. അയാൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഗ്ലോറിയും വന്ന് കാറിൽ കയറുകയും അത് മുന്നോട്ടെടുക്കുകയും ചെയ്തിരുന്നു. പോലീസുകാരൻ ഒരു ഓട്ടോറിക്ഷയിൽ ചാടിക്കയറി കാറിന് പിന്നാലെ വിടുവാൻ പറഞ്ഞു. കാർ അത്ര വേഗത്തിൽ പോകുകയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. കാരണം റോഡിൽ നല്ല തിരക്കാണ്. ഗ്ലോറിയുടെ കാർ റോഡിനരികിൽ കിടക്കുന്നത് കണ്ടപ്പോൾ പോലീസുകാരൻ ഓട്ടോയിൽ നിന്ന് ചാടിയിറങ്ങി കാറിനെ സമീപിച്ചു. അയാൾ വരുന്നത് ഗ്ലോറി കണ്ടു. അവൾ എവിടേക്കാണ് നോക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് ബ്ലാക്ക് റോബോട്ട് തിരിഞ്ഞപ്പോഴേക്കും ആ പോലീസുകാരൻ ഡോർ വലിച്ചു തുറന്നതും റിവോൾവർ തട്ടിത്തെറിപ്പിച്ചതും ഒന്നിച്ചായിരുന്നു. അയാളുടെ വേഗത കണ്ട് ബ്ലാക്ക് റോബോട്ട് അമ്പരന്ന് പോയി. പക്ഷേ പോലീസുകാരന് വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് പിന്നിലൂടെ വന്ന ഒരു മാരുതി വാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിൻ്റെ പിന്നിലെ വിൻഡോ ഗ്ലാസ് അകന്നു മാറുകയും ഒരു തോക്കിൻ കുഴൽ പുറത്തേക്ക് വരികയും ചെയ്തു. കടുക് പൊട്ടുന്നത് പോലെ വെടിപൊട്ടി. പോലീസുകാരൻ്റെ ശരീരം അരിപ്പ പോലെ കിഴിഞ്ഞു. അതുവഴി ചോര ചീറ്റി ഒഴുകി. ഓട്ടോക്കാരൻ വിട്ടുപോയി. ശൂന്യതയിലേക്ക് എടുത്തെറിയപ്പെട്ടതുപോലെ പോലീസുകാരൻ റോഡിൽ വീണപ്പോൾ തോക്കിൻ കുഴൽ അകത്തേക്ക് വലിഞ്ഞു. ഗ്ലാസ് പഴയ സ്ഥിതിയിലായി. വാൻ പാഞ്ഞുപോയി. എല്ലാം ക്ഷണനേരത്തിലാണ് നടന്നത്. ബ്ലാക്ക് റോബോട്ട് മുൻസീറ്റിലേക്ക് ചാടി. താഴെ വീണ റിവോൾവർ എടുത്ത് ഗ്ലോറിയുടെ കഴുത്തിൽ അമർത്തി. യു ആഭ്യന്തരമന്ത്രി ഗോപാൽ സിംഗിൻ്റെ കയ്യിലിരുന്ന് റിസീവർ വിറച്ചു. പേടിപ്പിക്കാതെ മന്ത്രി വാര്യരെ. അടിയൻ അങ്ങയുടെ മകളെ കൊല്ലുകയൊന്നുമില്ല. പിന്നെ ചില കുസൃതികളൊക്കെ കാണിക്കും. അതൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ. യു ഷട്ടപ്പ്. യെസ് സാർ. ബ്ലാക്ക് റോബോട്ടിൻ്റെ സ്വരം പെട്ടെന്ന് പരുഷമായി. കിരൺലാലിൻ്റെ മകന് ചില കണക്കുകൾ തീർക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നിങ്ങൾ കൊല്ലപ്പെടും. എത്ര പോലീസുകാർ കാവൽ നിന്നാലും ഞാൻ ലക്ഷ്യം നേടും. മന്ത്രി നടുങ്ങി. നിങ്ങൾ യെസ്, ഞാൻ തന്നെയാണ് പറഞ്ഞത്. പെട്ടെന്ന് റിസീവർ വൈകുന്നതും മന്ത്രി കേട്ടു. അദ്ദേഹം ചില നിമിഷങ്ങളോളം അങ്ങനെ തന്നെ ഇരുന്നു പോയി. അറിയാതെ ആ കണ്ണുകൾ വാച്ചിൽ പതിഞ്ഞു. സമയം 8:50. ഇനി 3 മണിക്കൂറുകൾ കഴിയുമ്പോൾ പോലീസ് സേന മുഴുവൻ തൻ്റെ മകളെ തിരയുകയാണ്. അവളെ ആ ചെകുത്താൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ. ഉടനെ മന്ത്രി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൻ്റെ വസതിയിലെത്തുവാൻ നിർദ്ദേശിച്ചു. അരമണിക്കൂറിനുള്ളിൽ അവർ എത്തി. മന്ത്രി കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. എന്ത് വില കൊടുത്തും നമുക്കത് തടയണം. IG തൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ നോക്കി. ഇപ്പോൾ തന്നെ ഇവിടെ ഫുൾ സെക്യൂരിറ്റി ഏർപ്പെടുത്തുക. നമ്മുടെ അഭിമാനത്തിൻ്റെയും മന്ത്രി അദ്ദേഹത്തിൻ്റെ ജീവൻ്റെയും പ്രശ്നമാണ്. അപ്പോൾ തന്നെ വിദഗ്ധമായ പ്ലാൻ തയ്യാറാക്കി മന്ത്രിയെ ഏറ്റവും അകത്തെ മുറിയിൽ ഇരുത്തുക. അദ്ദേഹത്തോടൊപ്പം IG-യും ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ട്രീറ്റ്മെൻറ്റിന് ഡോക്ടർ വേണം. അതിനായി ഉടനെ ഡോക്ടർ രാജശേഖർക്കും ഫോൺ ചെയ്തു. വിവരം അറിഞ്ഞ ഉടനെ ഇൻസ്പെക്ടർ ദേവനാഥും പാഞ്ഞെത്തി. കഴിയുമെങ്കിൽ ബ്ലാക്ക് റോബോട്ടിനെ ഇവിടെ വെച്ച് കൊല്ലണമെന്നായിരുന്നു അയാളുടെ തീരുമാനം. മന്ത്രിയുടെ വസതിക്ക് ചുറ്റും നിശ്ചിത അകലത്തിൽ ഗേറ്റിന് അകത്തും പുറത്തുമായി റൈഫിളേന്തിയ പോലീസുകാർ നിരന്നു നിന്നു. വീടിന് ചുറ്റും ഹാലജൻ ലാമ്പുകൾ തെളിഞ്ഞു. പിന്നെ അകത്തും പുറത്തുമൊക്കെ ഷോർട്ട് സർക്യൂട്ട് വീഡിയോ ക്യാമറകൾ സ്ഥാപിച്ചു. ഓരോ മുറിയുടെയും വാതിൽക്കൽ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീതമുണ്ട്. വീഡിയോ ക്യാമറകളുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കണ്ണുവെട്ടിച്ച് ഒരാൾക്ക് പോലും അകത്തു കിടക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്.
ഡോക്ടർ രാജശേഖർ എത്തിക്കഴിഞ്ഞപ്പോൾ കെട്ടിടത്തിൻ്റെ വാതിലുകളും ജനാലുകളും അടച്ചു. ഇനി അകത്തേക്ക് വരുവാൻ ആരുമില്ല. മന്ത്രിയുടെ കൂടെ ഐജിയും രാജശേഖറും മാത്രം. പുറത്തേക്കുള്ള ആ മുറിയുടെ വാതിലും അടച്ചു. സമയം 11 മണി. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. ഐജിയാണ് റിസീവർ എടുത്തത്. ഒരു സ്ത്രീയാണ് സാർ പറഞ്ഞുകൊണ്ട് അദ്ദേഹം റിസീവർ മന്ത്രിക്ക് കൈമാറി. മറുവശത്ത് സംസാരിച്ച ആളിന് 50 വയസ്സിലധികം കാണുമെന്ന് ആ സ്വരത്തിൽ നിന്നും ഐജി അനുമാനിച്ചു. മന്ത്രി മരണഭീതി പൂണ്ടിയിരിക്കുകയായിരിക്കും. ആ സ്ത്രീയുടെ പരിഹാസം നിറഞ്ഞ ശബ്ദം. നിങ്ങളാരാ? അസ്വസ്ഥതയോടെ അദ്ദേഹം തിരക്കി. എന്നെ നിനക്ക് ഓർമ്മ കാണുമിടാ, ഞാൻ മരിയ ഫെർണാണ്ടസ്. മന്ത്രിയുടെ കാതിനുള്ളിൽ ഒരു അമിട്ട് പൊട്ടിയ പ്രതീതി. മരിയ ഫെർണാണ്ടസ്, കിരൺലാലിൻ്റെ ഭാര്യ. എൻ്റെ മകനാണടാ ബ്ലാക്ക് റോബോട്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബ്രിട്ടനിൽ നിന്നും തിരികെ എത്തിയത് ഇതിനൊക്കെ തന്നെയാണെന്ന് കരുതിക്കോ. മന്ത്രിക്ക് നാവനങ്ങിയില്ല. മരിയ തുടർന്നു. നേരത്തെ തന്നെ നിന്നെ ഞാൻ സംഹരിച്ചേനെ. പക്ഷേ ചില കാരണങ്ങളാൽ ഞാനിവിടെ എത്തുവാൻ വൈകി. എൻ്റെ മോൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരണ വാറണ്ടുമായി നിൻ്റെ നാട്ടിലെത്തിയിരുന്നു. മരിയയുടെ മുഖം ഓർമ്മിക്കുകയായിരുന്നു മന്ത്രി. അന്ന് അവർ പറഞ്ഞത്. മിസ്റ്റർ ഗോപാൽ സിംഗ്, മരിയ ഒരു പെണ്ണാണെന്നത് സത്യം. ഇന്ന് നിങ്ങൾക്ക് വിധേയയായതും സത്യം. പക്ഷേ മരിയ തിരിച്ചു വരുമടാ. മരിയയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ പ്രതികാരാഗ്നിയിൽ നീയൊന്നും കാണില്ലടാ. മരിയയുടെ ശബ്ദം വീണ്ടും ഉയർന്നപ്പോൾ മന്ത്രി ഞെട്ടി ഉണർന്നു. കാത്തിരിക്കൂ. 12 മണി. ഇനി 1 മണിക്കൂർ. നിനക്ക് അവസാനത്തെ ആഗ്രഹം സാധിക്കാനുള്ളതാണ് ഈ സമയം. മരിയ, ഞാൻ... മന്ത്രിയുടെ കണ്ടത്തിൽ നിന്നും വാക്കുകൾ മുറിഞ്ഞു വീണു. ഷട്ടപ്പ് ബസ്റ്റഡ്. കൃത്യം 12 മണിയാകുമ്പോൾ നിനക്ക് ഈ ലോകത്തു നിന്നും പോകാം. മരിയ, എന്നോട് ക്ഷമിക്കണം. ഓക്കെ, ബട്ട് അത് നിൻ്റെ മരണശേഷം മാത്രം. മന്ത്രി എന്തോ പറയുവാൻ ഭാവിച്ചപ്പോഴേക്കും ഫോൺ കട്ടായി. ആരായിരുന്നു? ശവം മാതിരി ഇരിക്കുന്ന മന്ത്രിയോട് ഡോക്ടർ രാജശേഖർ തിരക്കി. അത്... മന്ത്രി പരിങ്ങി. ആരാണ് ഈ മരിയ? ഐജിയുടെ ചോദ്യം. മന്ത്രി അദ്ദേഹത്തെ തുറച്ചു നോക്കി. തനിക്ക് ഇനി രക്ഷപ്പെടാനാവില്ല. അടഞ്ഞ മുറിക്കുള്ളിലിരുന്ന് എലിസബത്ത് ദുഃഖത്തോടെ ഓർത്തു. ബ്ലാക്ക് റോബോട്ട് എന്ന ഭീകരൻ്റെ ക്രൂരമായ ആകുവാനായിരിക്കും തനിക്ക് വിധി. ഈശ്വര, ഈ ചെകുത്താൻ ആരാണെന്ന് ഇൻസ്പെക്ടറോട് ഫോണിൽ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോഴേക്കും അയാൾ തന്നെ... തൻ്റെ കഴിവും പദവിയുമാണ് അയാളുടെ നേട്ടം. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ ശിരസിളക്കി. അടുത്ത സെക്കൻഡിൽ അസ്പഷ്ടമായ ഒരു വിലാപം അവളിൽ നിന്നുയർന്നു. ഒരു സ്ത്രീ വാതിൽക്കൽ. മരിയ ഫെർണാണ്ടസ്. അവളുടെ തിളക്കമുള്ള കണ്ണുകൾ അവളിൽ തങ്ങി നിന്നു. എലിസബത്ത് ഭീതിയോടെ എണീറ്റു. പൊടുന്നനെ മിന്നൽ പോലെ ഒരു ചിന്ത അവൾക്കുണ്ടായി. ഈ ക്ലവിയെ തള്ളിയിട്ടിട്ട് ഓടിയാലോ? രക്ഷപ്പെട്ടാൽ ബ്ലാക്ക് റോബോട്ടിനെ പോലീസിൽ ഒറ്റിക്കൊടുക്കാം. മരിക്കുകയാണെങ്കിൽ പോലും ഇവിടെ കഴിയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണത്. മരിയ ഫെർണാണ്ടസ് അവളുടെ അടുത്തേക്ക് വന്നു. അവൾ 2 അടി പിന്നോക്കം മാറി. അപ്പോൾ കുപ്പിച്ചിലുകൾ വാരി വിതറുന്നതുപോലെ ആ സ്ത്രീ ചിരിച്ചു. ഭയന്നുപോയി അല്ലേ? മേജർ ജാഫറുടെ മകൾക്ക് ഭീതിയോ? അവൾ മിണ്ടിയില്ല. ഏതായാലും നീ മിടുക്കിയാണ്. കൂട്ടുകാരിക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാൻ ശ്രമിച്ചു. പറഞ്ഞുകൊണ്ട് മരിയ ഒരു കസേരയിലിരുന്നു. അവരുടെ കയ്യിൽ അപ്പോഴും ആ വടിയുണ്ടായിരുന്നു. നിന്നെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. പക്ഷേ പുറത്തുവിട്ടാൽ നീ ഞങ്ങളുടെ രഹസ്യം പരസ്യമാക്കും. അതുകൊണ്ട് ആ രഹസ്യം പുറത്തുവിടാത്ത രീതിയിൽ നിന്നെ തിരിച്ചയക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എലിസബത്തിന് യാതൊന്നും മനസ്സിലായില്ല. മരിയ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ 2 അധികായർ കടന്നു വന്നു. ഇവളെ കൊണ്ടുപോകൂ. ഒരു വിശാലമായ ലബോറട്ടറിയിലാണ് അവർ അവളെ എത്തിച്ചത്. എലിസബത്ത് അമ്പരപ്പോടെ മുറിയാകെ നോക്കി. മരിയയും ഒപ്പം എത്തിയിരിക്കുന്നു. എലിസബത്തിനെ ഒരു ടേബിളിൽ ബലം പ്രയോഗിച്ച് കിടത്തിയ ശേഷം കൈക്കാലുകൾ ഒരു തരം ബെൽറ്റ് കൊണ്ട് ബന്ധിച്ചു. മരിയ അത് നോക്കി നിന്നു. കുട്ടി, തൽക്കാലം കഴിഞ്ഞതൊക്കെ മറക്കുവാനുള്ള ചില പരിപാടികൾ നടത്തുവാൻ പോകുകയാണ് ഞാൻ. അതിനുശേഷം നിന്നെ ഞാൻ പുറത്തുവിടും. നിനക്ക് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവുമില്ല. എലിസബത്ത് അലറിക്കരഞ്ഞുപോയി. സമയം 11:45. ആഭ്യന്തരമന്ത്രി ഗോപാൽ സിംഗിൻ്റെ വസതിയിൽ സെക്യൂരിറ്റിയിലായിരുന്ന ഉദ്യോഗസ്ഥന്മാർ ഏറെ ജാഗരൂകരായിരിക്കുന്നു. ഇനി 15 മിനിറ്റ്. ആഭ്യന്തരമന്ത്രിക്ക് തൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കാമായിരുന്നു. ഐജിയും ഡോക്ടർ രാജശേഖറും അദ്ദേഹത്തിൻ്റെ ഇരുവശത്തും ഇരിക്കുകയാണ്. ഏവരുടെയും മുഖങ്ങളിൽ ഉത്കണ്ഠ. പുറത്ത് പകൽ പോലെ വെളിച്ചം. അവിടെ ആയുധധാരികൾ നിൽക്കുന്നത് അകലെ നിന്ന് തന്നെ കാണാം. മന്ത്രിയുടെ മുറിയിലെ ഫോൺ ശബ്ദിച്ചു. ഇത്തവണ അദ്ദേഹം തന്നെയാണ് റിസീവർ എടുത്തത്. ഐ ആം ബ്ലാക്ക് റോബോട്ട്. മറുതലയ്ക്കിൽ നിന്നും ശബ്ദം. താൻ നേരത്തെ കേട്ടിട്ടുള്ളതിൽ നിന്നും വിഭിന്നമാണ് ആ ശബ്ദമെന്ന് അദ്ദേഹത്തിന് തോന്നാതിരുന്നില്ല. യു ബാസ്റ്റേഡ്, മന്ത്രി അലറി. എൻ്റെ മോളെ തിരിച്ചു താടാ. തരാം. മുഴക്കമുള്ള ചിരി. പക്ഷേ തൽക്കാലം എനിക്ക് അവളെ ആവശ്യമുണ്ട്. ബൈ ദ ബൈ, ഇനി 10 മിനിറ്റുകൾ കഴിയുമ്പോൾ താങ്കൾ മരിക്കാൻ പോവുകയാണ്. റിസീവർ പിടിച്ചിരുന്ന മന്ത്രിയുടെ കൈ വിറച്ചു. സെക്യൂരിറ്റി സംവിധാനമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. എന്നാലും താൻ കൊല്ലപ്പെടും. ഫോൺ കട്ടായി. ഉടനെ ഐജി എക്സ്ചേഞ്ചിലേക്ക് വിളിച്ചു. എവിടെ നിന്നായിരുന്നു ആ ഫോൺ കോൾ എന്ന് തിരക്കിയപ്പോൾ ഏതോ ലോക്കൽ ബൂത്തിൻ്റെ പേരാണ് കിട്ടിയത്. പിന്നീടുള്ള ഓരോ നിമിഷവും ഓരോ യാമങ്ങൾ പോലെയാണ് തോന്നിയത്. ആരും ഒന്നും സംസാരിച്ചില്ല. സമയം 11:55. മന്ത്രി ദയനീയമായി ഐജിയെയും ഡോക്ടറെയും നോക്കി.
താങ്കൾ വിഷമിക്കാതിരിക്കൂ, ഡോക്ടർ രാജശേഖർ പറഞ്ഞു. ഇവിടെ കടന്നു വരാൻ ബ്ലാക്ക് റോബോട്ടിനെന്നല്ല, സാക്ഷാൽ ദൈവത്തിന് പോലും കഴിയില്ല. നിങ്ങൾ അങ്ങനെ പറയാതിരിക്കൂ. എനിക്കിപ്പോൾ തോന്നുന്നു ഈശ്വരന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന്. 11:59 പെട്ടെന്നാണത് സംഭവിച്ചത്. 1 കിലോമീറ്റർ അകലെയുള്ള ട്രാൻസ്ഫോർമർ ഭയങ്കരമായ ഒരു ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. മന്ത്രിയുടെ വീട് ഇരുളിലായി. അതേ സമയത്ത് തന്നെ പോലീസുകാർ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചു. വെളിച്ചം പരന്നതോടെ ഏവർക്കും ആശ്വാസം. മന്ത്രി വാച്ച് നോക്കി. 12 മണിക്ക് ഇനി 10 സെക്കൻഡുകൾ. പൊടുന്നനെ ആ മുറിയിൽ ഒരു തരം വെളുത്ത പുക വ്യാപിക്കുവാൻ തുടങ്ങി. അത് എങ്ങനെയുണ്ടായതാണെന്ന് ആരും അറിഞ്ഞില്ല. നിമിഷങ്ങൾക്കുള്ളിൽ മൂവരും അബോധാവസ്ഥയിലായി. സെക്കൻഡുകൾ കഴിഞ്ഞു. മന്ത്രി കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ ബ്ലാക്ക് റോബോട്ട്. നിങ്ങൾ നിങ്ങൾ അദ്ദേഹം ചാടി എണീറ്റു. ഷട്ടപ്പ് റാസ്കൽ പറഞ്ഞതും തുടരെ വെടിയുണ്ടകൾ ചീറി. അതിൻ്റെ ശബ്ദം ആ കെട്ടിടത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. പോലീസുകാർ മന്ത്രിയുടെ മുറിക്ക് നേരെ ഓടി വന്നു. പക്ഷേ അത് അകത്തുനിന്നും അടച്ചിരിക്കുകയായിരുന്നു. സാർ, സാർ, അവർ വിളിച്ചു. അനക്കമില്ല. മന്ത്രിയുടെ ശരീരം ഒരു സെക്കൻഡ് നിവർന്നു നിന്നു. പിന്നെ കാലുകൾ മടങ്ങി മുന്നോട്ട് കമിഴ്ന്നു വീണു. അകത്തു നിന്നും ആരുടെയും പ്രതികരണമൊന്നും ഉണ്ടാകഞ്ഞപ്പോൾ വാതിൽ ചവിട്ടിത്തുറക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചു. 5 മിനിറ്റോളം ബുദ്ധിമുട്ടിയപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. അകത്ത് ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. SP ടോർച്ച് തെളിച്ചു. അയാളിൽ നിന്നും ഒരു ആർത്തനാദം ഉയർന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആഭ്യന്തരമന്ത്രി. അയാൾ അകത്ത് കയറി ലൈറ്റിട്ടു. മന്ത്രിയുടെ അടുത്ത് തന്നെ IG-യും ഡോക്ടർ രാജശേഖറും കിടക്കുന്നു. അവരും മരിച്ചോ? ചോര മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. മുറിയാകെ രക്തം തലക്കെട്ടി കിടക്കുന്നു. അതിനുള്ളിൽ കിടക്കുന്ന ആഭ്യന്തരമന്ത്രി ഗോപാൽ സിംഗിനെ കണ്ടാൽ ഒരു ചോരക്കട്ടയാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. IG മിഥുൻ സിംഗിൻ്റെയും ഡോക്ടർ രാജശേഖറുടെയും ശരീരത്തിലേക്ക് മാത്രം രക്തം ചിതറി വീണിട്ടുണ്ട്. SP കൻവർലാൽ വേഗം അവരുടെ നാഡി പിടിച്ചു നോക്കി. അവർ മരിച്ചിട്ടില്ലെന്ന് ബോധ്യമായി. ഉടനെ അവർ ഇരുവരെയും ഒരു കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് അയച്ചു. പിന്നെ മന്ത്രിയുടെ മരണവാർത്ത എല്ലാ കേന്ദ്രങ്ങളിലേക്കും നൽകി. മന്ത്രിയുടെ ഭാര്യ മൃതദേഹത്തിൽ വീണു പൊട്ടിക്കരഞ്ഞു. ആകെ ബഹളം. ഒരു വിധാന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ സ്ത്രീയെ അവിടെ നിന്നും മാറ്റി. നേരത്തെ ഫോൺ ചെയ്തറിയിച്ച് ബ്ലാക്ക് റോബോട്ട് ലക്ഷ്യം നേടിയിരിക്കുന്നു. അതും സർവ്വവിധ സെക്യൂരിറ്റിയുമുള്ള അടച്ചിട്ട റൂമിൽ വെച്ച്. പത്രങ്ങളുടെ ലാസ്റ്റ് എഡിഷനിൽ മാത്രമേ വാർത്ത അച്ചടിക്കുവാൻ കഴിഞ്ഞുള്ളൂ. മന്ത്രിയുടെ മുറിയിൽ ബ്ലാക്ക് റോബോട്ട് എങ്ങനെ കടന്നുവെന്നോ തിരികെ പോയെന്നോ മാത്രം ആർക്കും അറിയില്ല. ഒരു വാതിൽ മാത്രമുള്ള മുറി, ഒരു കിടക്കയും മേശയും 3 കസേരകളും, കൂടാതെ വിശേഷവിധിയായി അതിനുള്ളിൽ ഒന്നുമില്ല. ഒരു യക്ഷിക്കഥ പോലെയാണ് ഏവർക്കും തോന്നിയത്. അവിശ്വസനീയമായ സംഭവങ്ങൾ. ഇനി ഇതിനൊരു ഉത്തരം നൽകുവാൻ കഴിയുന്നവർ 2 പേരാണ്, IG മിഥുൻ സിംഗും ഡോക്ടർ രാജശേഖറും. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹോസ്പിറ്റലിൽ കാത്തുനിന്നു. അവർക്ക് സ്വബോധം വീണു കിട്ടിയപ്പോഴേക്കും നേരം പുലർന്നു കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ മറ്റൊരു വാർത്തയും പ്രചരിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ ശരീരത്തിൽ തുളഞ്ഞിറങ്ങിയ വെടിയുണ്ടകൾ IG മിഥുൻ സിംഗിൻ്റെ റിവോൾവറിലേതാണ്. സംശയം തീരാഞ്ഞ് മിഥുൻ സിംഗിൻ്റെ റിവോൾവർ പരിശോധിച്ചു. അതിനുള്ളിൽ ബുള്ളറ്റുകൾ ഉണ്ടായിരുന്നില്ല. വീണ്ടും ദുരൂഹതകൾ. ഏതായാലും IG-യാണ് മന്ത്രിയുടെ മരണത്തിന് സമാധാനം പറയേണ്ടത്. ഇനി ബ്ലാക്ക് റോബോട്ട് എന്ന ഭീകരൻ മിഥുൻ സിംഗ് തന്നെയാണോ? ഉന്നത കേന്ദ്രങ്ങളിൽ അങ്ങനെയും ഒരു സംശയമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധം തെളിയുന്നതിന് മുമ്പ് തന്നെ IG-യുടെ കൈയും കിടക്കയുടെ ഒരു ഭാഗവുമായി ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ആദ്യം സ്വബോധം വീണതും IG-ക്കായിരുന്നു. അദ്ദേഹം ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ ചുറ്റും നിന്നവരെ നോക്കി. എല്ലാം കാക്കിധാരികൾ. കിടക്കയിൽ നിന്നും എണീക്കുവാൻ ഭാവിച്ചു. അപ്പോഴാണ് താൻ ബന്ധനത്തിലാണെന്ന സത്യം അറിയുന്നത്. അദ്ദേഹം അമ്പരപ്പോടെ വിലങ്ങുകളിൽ ശ്രദ്ധിച്ചു. പിന്നെ SP കൻവർലാലിൻ്റെ മുഖത്തേക്കും. സോറി സാർ, കൻവർലാൽ പറഞ്ഞു. താങ്കളിപ്പോൾ അറസ്റ്റിലാണ്. തൻ്റെ ശിരസിൽ ഒരു ബോംബ് വീണതുപോലെ IG-ക്ക് തോന്നി. SP ഒരു നിമിഷം മൗനം പാലിച്ചു. അത് മിഥുൻ സിംഗിനെ ചൊടിപ്പിച്ചു. വാട്ട് യു മീൻ? ഐ ആം നോട്ട് ഷുവർ സാർ, ബട്ട് SP-ക്ക് IG-യുടെ മുഖത്ത് നോക്കി പറയുവാൻ ഒരു മടി. യെസ്, കണ്ടിന്യൂ. ആഭ്യന്തരമന്ത്രിയുടെ മരണത്തിന് താങ്കൾ സമാധാനം പറയേണ്ടി വന്നിരിക്കുന്നു. മൈ ഗോഡ്, മന്ത്രി മരിച്ചോ? മിഥുൻ സിംഗ് അമ്പരന്നു. യെസ് സാർ. എങ്ങനെ? സാറിൻ്റെ റിവോൾവറിലെ 6 ബുള്ളറ്റുകളും മൃതദേഹത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. IG-യുടെ തല കറങ്ങി. അദ്ദേഹത്തിന് ഒന്നും പിടികിട്ടുന്നില്ല. താൻ ഒരു സ്വപ്നത്തിലാണെന്ന് പോലും അദ്ദേഹത്തിന് തോന്നി. പക്ഷേ മുന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഗൗരവം പൂണ്ട മുഖം. നിങ്ങൾ സംഗതി ഒന്ന് വ്യക്തമാക്കുമോ? മുറി തുറന്നപ്പോൾ കണ്ട കാഴ്ച മുതൽ കൻവർലാൽ പറഞ്ഞു കേൾപ്പിച്ചു. IG-യുടെ മനസ്സിൽ നിഴൽ പോലെ അവ തെളിഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർ രാജശേഖർ എവിടെ? അടുത്ത മുറിയിലുണ്ട്. സ്വബോധം വീണു കിട്ടിയത് ഇപ്പോഴാണ്. അയാൾ എന്തു പറഞ്ഞു? ഏതോ പുക മുറിയിൽ നിറഞ്ഞുവെന്നും അയാൾ ബോധം കെട്ടു വീണെന്നും. അത് ശരിയാണ്. കൃത്യം 12 മണിയാകവേ മുറിയിൽ ഒരു തരം പുകയുണ്ടാകുന്നത് ഞാനും കണ്ടു. അതിന് വല്ലാത്തൊരു തരം ഗന്ധമായിരുന്നു. അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് തിരയുമ്പോഴാണ് ആദ്യം മന്ത്രിയും പിന്നീട് ഡോക്ടറും ബോധം കെട്ടു വീണത്. അവസാനമാണ് ഞാൻ വീണത്. പിന്നീട് ഒന്നും എനിക്ക് ഓർമ്മയില്ല. കണ്ണു തുറക്കുന്നത് ഇപ്പോഴാണ്. സാർ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം താങ്കളിലാണ്. തെളിവുകൾ താങ്കൾക്കെതിരാണ്. നോ, IG ആരോടും നില്ലാതെ പറഞ്ഞു. ഐ ആം നോട്ട് എ മർഡർ.
ആരും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ മറ്റാരെങ്കിലും ആ വീട്ടിൽ വെച്ച് കണ്ടോ? ഇല്ല സാർ. പിന്നെ കൊലയാളി എങ്ങനെ വന്നു? അറിഞ്ഞുകൂടാ സാർ. നിയമം തനിക്കെതിരാണെന്ന് ഐജിക്ക് ഉറപ്പായി. മറ്റാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണാത്ത നിലയ്ക്ക് താൻ തന്നെയാവും ശിക്ഷിക്കപ്പെടുക. കൊലയാളി സ്വബോധമില്ലാതെ കിടന്നിരുന്ന എൻ്റെ റിവോൾവർ ഉപയോഗിച്ചതാവും. പക്ഷേ അങ്ങനെ ഒരാളെ ആരും കണ്ടിട്ടില്ല സാർ. സത്യമാണ്. ഐജിക്ക് മറുപടിയില്ല. റിവോൾവറിൽ മറ്റാരുടെയെങ്കിലും ഫിംഗർ പ്രിൻറ്റുകൾ കാണും. അതും ശ്രദ്ധിച്ചു സാർ. മറ്റാരും അതിൽ സ്പർശിച്ചതായി യാതൊരു അടയാളവുമില്ല. മൈ ഗോഡ്. കൊലയാളി തീർച്ചയായും ഗ്ലൗസ് ഉപയോഗിച്ചിരിക്കുമെന്ന് അദ്ദേഹം അനുമാനിച്ചു. കൂടാതെ മറ്റൊരു തെളിവുമുണ്ട് സാർ. അതെന്താണ്? ഒരു മുഖംമൂടി താങ്കളുടെ കീശയിൽ നിന്ന് കിട്ടി. യെസ് സാർ. പക്ഷേ മറ്റൊരു അത്ഭുതം നടന്നു. ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നിടയിൽ അത് തനിയെ തീപിടിച്ചു പോയി. നിങ്ങൾ എന്തൊക്കെ ഭ്രാന്താണ് ഈ പറയുന്നത്? അല്ല സാർ, ഒക്കെ സത്യമായിരുന്നു. ഐജി വേഗത കുറഞ്ഞു കറങ്ങുന്ന ഫാനിൽ നോക്കിക്കിടന്നു. മന്ത്രിയുടെ ശവസംസ്കാരം കഴിഞ്ഞു. ഘാതകനായി മുദ്ര കുത്തപ്പെട്ട ഐജി തടവിലുമായി. ഒരു ദിവസം പിന്നിട്ടു. പത്രങ്ങൾക്ക് വാർത്തകളുടെ പെരുന്നാൾ. മൂന്നാം ദിവസം രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ പ്രസിദ്ധ മോർണിംഗ് ഡെയിലിയായ ഭാരതിൻ്റെ ഓഫീസിന് മുറ്റത്തേക്ക് ഒരു വാൻ കടന്നു വന്നു. അതിൽ നിന്നിറങ്ങിയ മനുഷ്യൻ ചീഫ് എഡിറ്ററുടെ മുന്നിലെത്തി. അയാളെ ശ്രദ്ധിച്ചു നോക്കിയ ചീഫ് എഡിറ്ററുടെ നെറ്റിയിൽ ചുളിവുകളുണ്ടായി. താങ്കൾ ആരാണ്? മറുപടി പറയാതെ ആ മനുഷ്യൻ ഒരു വീഡിയോ കാസറ്റ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. പത്രത്തിൻ്റെ പ്രിൻറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് താങ്കൾ ഇതൊന്ന് കാണണം. പത്രത്തിന് പറ്റിയ കേസാണ്. മുറിയിൽ തന്നെ ടിവിയും VCPയും ഉണ്ടായിരുന്നു. എഡിറ്റർ ധനപാൽ കാസറ്റ് VCPയിൽ നിക്ഷേപിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ജസ്റ്റ് എ മിനിറ്റ് സാർ, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ഓക്കെ. പക്ഷേ അയാൾ തിരികെ വന്നില്ല. പകരം വാനിൽ കയറി ഓടിച്ചു പോയി. ധനപാൽ ടിവിയിൽ തെളിഞ്ഞ ചിത്രങ്ങളിലേക്ക് തുറച്ചു നോക്കി. അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ അദ്ദേഹം എഡിറ്റോറിയലിൽ ഉണ്ടായിരുന്നവരെ വിളിച്ചുകൂട്ടി. എല്ലാവരും ആ കാസറ്റിലെ കാഴ്ചകൾ ദർശിച്ചു. ഇതെങ്ങനെ കിട്ടി? അസോസിയേറ്റ് എഡിറ്റർ തിരക്കി. എനിക്കറിയില്ല, ഒരാൾ കൊണ്ടുവന്നിട്ട് പോയി. ഏതായാലും നമുക്ക് വാർത്ത നൽകാം. തെളിവ് ഇവിടെയുണ്ടല്ലോ. വേഗത്തിൽ അവർ മാറ്ററുകൾ തയ്യാറാക്കി. ടിവിയിൽ നിന്നും തന്നെ ചില ചിത്രങ്ങൾ എടുത്തു. അടുത്ത ദിവസം ഭാരതമൊട്ടാകെ ഒരു പൊട്ടിത്തെറിയുണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. ഭാരത് ദിനപത്രത്തിലെ ഫോട്ടോകളും വാർത്തകളും കണ്ടവരാകെ നടുങ്ങിപ്പോയി. പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെ വാർത്ത വായിച്ചു സ്തംഭിച്ചിരുന്നു. മറ്റു മന്ത്രിമാരുടെയും MP-മാരുടെയും MLA-മാരുടെയും പ്രതിപക്ഷക്കാരുടെയുമൊക്കെ അവസ്ഥയും തുലം വ്യത്യസ്തമായിരുന്നില്ല. ഭാരത് ദിനപത്രത്തിൻ്റെ ഓഫീസിലേക്ക് ഫോൺ കോളുകളുടെ വർഷം. വാർത്ത ശരിയാണോ എന്നറിയുകയാണ് എവരുടെയും ലക്ഷ്യം. അത് ശരിയാണെന്നും താൻ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും ചീഫ് എഡിറ്റർ ധനപാൽ ഉറപ്പുകൊടുത്തു. പത്രവാർത്ത വായിച്ചപ്പോൾ ജനങ്ങൾക്ക് ഒരു പ്രത്യേക വികാരമാണുണ്ടായത്. ആഭ്യന്തരമന്ത്രിയുടെ മരണത്തിൽ സഹതപിച്ച് ബ്ലാക്ക് റോബോട്ടിനെ ഇഞ്ചിഞ്ചായി കൊള്ളണമെന്ന് ആഗ്രഹിച്ചിരുന്നവരുടെ മനസ്സുകളിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി മരിക്കേണ്ടവൻ തന്നെയായിരുന്നുവെന്ന ഒരു ധാരണ ഉണ്ടായിരിക്കുന്നു. പകരം ബ്ലാക്ക് റോബോട്ടിനോട് ആരാധനയും. എങ്ങനെ അത് ഉണ്ടാകാതിരിക്കും? കേരള ഹൗസിനടുത്തുള്ള ഒരു കെട്ടിടത്തിൽ വെച്ച് ആഭ്യന്തരമന്ത്രി ഗോപാൽ സിംഗ് തീവ്രവാദികളുമായി രഹസ്യ ചർച്ചകളിൽ ഏർപ്പെടുകയെന്ന് വെച്ചാൽ, അവർക്ക് ആയുധങ്ങൾ കവർച്ച ചെയ്യുന്നതിനായി സഹായം വാഗ്ദാനം ചെയ്താൽ, ഭരണകൂടത്തെ തകിടം മറിക്കാനും രാഷ്ട്രത്തെ ഒറ്റിക്കൊടുക്കാനും കൂട്ടുനിന്നാൽ, പലർക്കും വാർത്ത അവിശ്വസനീയമായിരുന്നുവെങ്കിലും സംഗതി സത്യം തന്നെ. സിഖ് മതഭ്രാന്തന്മാരുടെ ഒരു നേതാവായിരുന്നു ഗോപാൽ സിംഗ്. സുവർണക്ഷേത്രത്തിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുവാൻ ഗോപാൽ സിംഗാണ് അവർക്ക് നേതൃത്വം നൽകിയത്. പാകിസ്ഥാനിൽ നിന്നും രഹസ്യമായി ആയുധങ്ങൾ എത്തിക്കുവാൻ സഹായിച്ചതും അയാളാണ്. അടുത്ത നീക്കങ്ങൾക്കായി മതനേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നതാണ് ബ്ലാക്ക് റോബോട്ടിൻ്റെ വീഡിയോ ക്യാമറയിലും ടേപ്പ് റെക്കോർഡിലും പതിഞ്ഞത്. ഭാരത് ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ ധനപാൽ തൻ്റെ കൈവശമുള്ള വീഡിയോ കാസറ്റിൻ്റെ ഒരു പ്രതി മന്ത്രി സമക്ഷം നൽകി. അത് കണ്ടുകഴിഞ്ഞപ്പോൾ അവരും ചലനമറ്റിരുന്നു. മന്ത്രിയുടെ ഘാതകനായി മുദ്ര കുത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന AG മിഥുൻ സിംഗിനെ സന്ദർശിക്കുവാൻ ഡോക്ടർ രാജശേഖർ ചെന്നു. ഇരുമ്പുവലിക്ക് ഇരുപുറവും നിന്നപ്പോൾ ഇരുവരുടെയും മിഴികൾ നിറഞ്ഞു തുളുമ്പി. അല്പനേരത്തേക്ക് ആരും മിണ്ടിയില്ല. അവസാനം നിശബ്ദതയ്ക്ക് വിരാമം കുറിച്ചത് ഡോക്ടറാണ്. എന്നാലും നമ്മൾ 3 പേരും മാത്രം ഒരു മുറിയിൽ, അതിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾ കൊലയാളിയായി മുദ്ര കുത്തപ്പെടുകയും ചെയ്താൽ? സാരമില്ല രാജശേഖർ, സത്യം എന്തെങ്കിലും പുറത്തു വരാതിരിക്കില്ല. താങ്കൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താണ്? ഇൻസ്പെക്ടർ ദേവനാഥിനോട് ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം. തീർച്ചയായും. ബൈ ദ ബൈ, ഞാൻ അഡ്വക്കേറ്റ് ഗണേഷ് ചന്ദിനെ താങ്കൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അതിനെയൊന്നും ആവശ്യമില്ലായിരുന്നു. താങ്കൾ നിരപരാധിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെട്ടുകൂടെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഓക്കെ. സമയം കഴിഞ്ഞു. ഗാർഡിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ പിരിഞ്ഞു. സമയം രാത്രി 12:30. ഒരു മുറിയിൽ തടവിലാണ് ആഭ്യന്തരമന്ത്രിയുടെ മകൾ ഗ്ലോറി. ബ്ലാക്ക് റോബോട്ട് അവിടേക്ക് കടന്നു വന്നു. അയാളെ കണ്ടപ്പോൾ അവൾ വെറുപ്പോടെ തലതിരിച്ചു. ഹൗ ആർ യു ഗ്ലോറി? അയാൾ ചുരുട്ട് ചുണ്ടിൽ നിന്നെടുത്തുകൊണ്ട് അവളുടെ തോളിൽ കൈവച്ചു. ഫൂ, അവൾ ആ കൈ തട്ടിക്കളഞ്ഞു. ഡോണ്ട് ടച്ച് മീ. റോബോട്ട് വൃത്തികെട്ട പല്ലുകൾ കാട്ടിച്ചിരിച്ചു. പുവർ ഗേൾ, ആദ്യത്തെ തവണയും നീ ഇത് തന്നെയാണ് പറഞ്ഞത്. യു ബാസ്റ്റേർഡ്. യെസ്, ഐ ആം ബാസ്റ്റേർഡ്. അയാൾക്ക് കുലുക്കമില്ല. ഇതും ഒരു മനുഷ്യജന്മമോ? ഇതിൽ ഭേദം നിങ്ങൾക്ക് എന്നെ കൊന്നുകൂടെ?
അങ്ങനെ ചെയ്യാം, പക്ഷേ അതിനു മുമ്പ് നിന്റെ സൗന്ദര്യം മതിവരുവോളം എനിക്ക് ആസ്വദിക്കണം. എൻ്റെ ശവമേ ഇനി നിനക്ക് കിട്ടൂ. അതായാലും മതി. ഗ്ലോറി തളർന്നു പോയി. എന്തൊരു ചെകുത്താനാണ് ഇയാൾ. നിനക്ക് ഞാൻ ആരെന്നറിയണ്ടേ? മനസ്സിലാകാത്ത ഭാവത്തിൽ അവൾ അയാളെ നോക്കി. നിങ്ങൾ ബ്ലാക്ക് റോബോട്ടല്ലേ? അതെ, എൻ്റെ അപരനാമമാണത്. എൻ്റെ യഥാർത്ഥ മുഖവും പേരും വേറെയാണ്. അയാൾ തൻ്റെ മാസ്കും ടോപ്പും എടുത്തു മാറ്റി. ഗ്ലോറി നടുങ്ങി വിറച്ചു. അവളിൽ നിന്നൊരു നിലവിളിയുണ്ടായി. യു യു ഹോട്ടൽ താജ് ഇൻ്റർനാഷണൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അതിൻ്റെ 5-ാം നിലയിൽ 732-ാം നമ്പർ റൂമിൽ അവർ താമസിക്കാൻ തുടങ്ങിയിട്ട്. ബോംബെ അധോലോക നേതാവും പ്രൊഫഷണൽ കില്ലറുമായ പ്രേംചന്ദ് ചാറ്റർജിയും സഹായി സൂസനും. അതിസുന്ദരിയാണ് സൂസൻ. കഷ്ടിച്ച് 25 വയസ്സ് വരും. വൈകിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം തിരികെ എത്തിയ അവർ മുറിയിൽ പല പ്രത്യേകതകൾ കണ്ടു. തറയിൽ കിടക്കുന്ന ചുരുട്ടിൻ്റെ കവറുകൾ ചാറ്റർജിയും സൂസനും മുഖാമുഖം നോക്കി. കണ്ണുകളിൽ സംശയത്തിൻ്റെ നിഴൽ. പൊടുന്നനെ താൻ കാണുന്നത് സത്യമാണോ എന്ന് പ്രേംചന്ദ് ചാറ്റർജി സംശയിച്ചു. സൂസനാകട്ടെ നിലവിളിക്കാനായി വായ തുറന്ന നിലയിൽ തന്നെ നിന്നുപോയി. അകത്തെ മുറിയിലേക്കുള്ള ഡോർ കർട്ടൻ അല്പം മാറിയിരിക്കുന്നു. അവിടെ ഒരു ലോഹക്കുഴൽ അവർ കണ്ടു. യന്ത്രത്തോക്കിൻ്റെ ബാരൽ. ചാറ്റർജിയുടെ നട്ടലിനുള്ളിൽ ഒരു തരിപ്പുണ്ടായി. വെൽക്കം മിസ്റ്റർ ചാറ്റർജി. ഡോർ കർട്ടന് പിന്നിൽ നിന്നും കനത്ത ശബ്ദം. ഒപ്പം ഒരു മനുഷ്യൻ അവിടെ മുന്നിലേക്ക് വന്നു. അപ്പോഴും ആദ്യം കണ്ട ലോഹക്കുഴൽ അവിടെ തന്നെയുണ്ട്. മുറിയിൽ വേറെയും ആളുണ്ടെന്ന് ഉറപ്പ്. തൻ്റെ മുന്നിലെത്തിയ മനുഷ്യനെ കണ്ടപ്പോൾ പ്രേംചന്ദ് ചാറ്റർജിയുടെ മുഖം കുരിശു കണ്ട ചെകുത്താൻ്റെതുപോലെ വിളറി വെളുത്തു. ബ്ലാക്ക് റോബോട്ട്, ചാറ്റർജി അറിയാതെ പറഞ്ഞുപോയി. അതേടാ, ബ്ലാക്ക് റോബോട്ട്. നീ എന്തിനാണ് ഇവിടേക്ക് എഴുന്നള്ളിയതെന്ന് എനിക്കറിയാം. മീ ചാറ്റർജി എന്തോ വിളിക്കാൻ ഭാവിക്കുകയായിരുന്നു. വേണ്ട, ബ്ലാക്ക് റോബോട്ട് എന്ന് തന്നെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ശരി, ബ്ലാക്ക് റോബോട്ട്. നീ ബുദ്ധിയുള്ളവനാണെന്ന് എനിക്കറിയാം. പക്ഷേ ബോംബെ അധോലോക ചക്രവർത്തിയുടെ മുന്നിൽ ഒന്നുമല്ലെന്ന കാര്യം മറക്കേണ്ട. മരണം മുന്നിൽ നിൽക്കുമ്പോഴും ചാറ്റർജി ധൈര്യവാനാകുന്നത് കാണുമ്പോൾ എനിക്ക് സഹതപിക്കാനേ കഴിയൂ. എൻ്റെ നിർദ്ദേശം കിട്ടിയാലുടനെ യന്ത്രത്തോക്കിൽ നിന്നും തരുന്ന ബുള്ളറ്റുകൾ നിന്റെ ശരീരത്തെ പല തുണ്ടങ്ങളാക്കും. വിഡിത്തം പുലമ്പാതിരിക്കൂ മിസ്റ്റർ ബ്ലാക്ക് റോബോട്ട്. ചാറ്റർജി ധൈര്യവാനായതുപോലെ തോന്നി. അയാൾ സൂസൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു. ബൈ ദ ബൈ, നമ്മൾ തമ്മിൽ അനാവശ്യമായ ഒരു ഇടച്ചിലിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് വേണം പറയൂ. പറയാം. റോബോട്ട് ഒരു ചുരുട്ട് കത്തിച്ചു. നിങ്ങൾ എന്തിനു വേണ്ടി ഡൽഹിയിലെത്തിയോ അത് മറന്നിട്ട് തിരിച്ചു പോകണം. നോ. ചാറ്റർജിയുടെ സ്വരമുയർന്നു. എനിക്ക് നഷ്ടമാകുന്നത് കോടികളാണ്. നിങ്ങളെ ആരാണിതിനെ നിയോഗിച്ചിരിക്കുന്നത്? അത് പറയുവാൻ നിവൃത്തിയില്ല. ഓക്കെ. എന്തോ ആലോചിച്ചിട്ട് ബ്ലാക്ക് റോബോട്ട് അവർക്കെതിരെ സെറ്റിയിലിരുന്നു. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി മറ്റൊരു കോൺട്രാക്ട് പ്രകാരം ഞാനും ഏറ്റെടുത്തിരിക്കുകയാണ്. മനസ്സിലായില്ല? ഇന്ത്യൻ സന്ദർശനത്തിനെത്തുന്ന പാകിസ്ഥാൻ പ്രസിഡന്റിനെ വധിക്കുക. അതിനായി എനിക്ക് 10 കോടി രൂപയാണ് പ്രതിഫലം. സോറി റോബോട്ട്, ഞാൻ 15 കോടിക്കാണ് അഡ്വാൻസ് വാങ്ങിയിരിക്കുന്നത്. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പറയൂ. നമുക്കിടയിലെ മത്സരം ഒഴിവാക്കണമെങ്കിൽ ഒന്നിച്ചു നീങ്ങാം. 21-ാം തീയതി ബുധനാഴ്ചയാണ് അയാൾ ഇന്ത്യയിലെത്തുന്നത്. ഒരാഴ്ചക്കാലം ഇവിടെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അതിനിടയിൽ നമുക്ക് ജോലി നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ഇരു കൂട്ടരോടും പ്രതിഫലം വാങ്ങി നമുക്ക് ഒന്നിച്ചു നീങ്ങാം. ചാറ്റർജിക്കും അത് സ്വീകാര്യമായിരുന്നു. ഇരുവരും കൈകൊടുത്തു. പ്രേംചന്ദ് ചാറ്റർജിക്ക് ബോംബെ അധോലോകത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് ബ്ലാക്ക് റോബോട്ടിന് നല്ലവണ്ണം അറിയാം. പാക് പ്രസിഡന്റിനെ വധിക്കുവാൻ താൻ കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്ന കാര്യം റോബോട്ട് പറഞ്ഞത് കളവാണ്. അയാളുടെ അമ്മ മരിയ ഫെർണാണ്ടസിന് വേണ്ടിയാണ് അത് ചെയ്യുവാൻ തയ്യാറായത്. തൻ്റെ മമ്മിക്ക് പാകിസ്ഥാൻ പ്രസിഡന്റിനോട് അമർഷമുണ്ടായത് ഏത് രൂപത്തിലാണെന്ന് അയാൾക്കറിഞ്ഞുകൂടാ. എങ്കിലും അവരുടെ ആജ്ഞ അനുസരിച്ചേ മതിയാകൂ. എന്നാൽ ഇതേ കൃത്യത്തിനായി പാകിസ്ഥാനിലുള്ള ഒരു തീവ്രവാദി ഗ്രൂപ്പ് ചാറ്റർജിയുമായി 15 കോടി രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച വിവരം റോബോട്ട് അറിഞ്ഞിരുന്നു താനും. വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഇറങ്ങുന്നു. ബ്ലാക്ക് റോബോട്ട് എഴുന്നേറ്റു. ഓക്കെ. അയാളൊന്ന് കൈഞ്ഞൊടിച്ചപ്പോൾ തോക്കിൻ കുഴൽ പിന്മാറി. അത് ചൂണ്ടി നിന്നിരുന്നയാൾ വേഗത്തിൽ 4-5 ഭാഗങ്ങളാക്കി തോക്ക് അഴിച്ച് ഒരു ബ്രീഫ് കേസിലാക്കി. പിന്നെ ഇരുവരും ഇറങ്ങിപ്പോയി. വളരെ ദിവസങ്ങളായല്ലോ ഡോക്ടർ താങ്കളെ കണ്ടിട്ട്. ഇൻസ്പെക്ടർ ദേവനാഥ് വിളറിയ ഒരു ചിരിയോടെ ഡോക്ടർ രാജശേഖർ നോക്കി. സോറി സുഹൃത്തെ, ഞാൻ അല്പം തിരക്കിലായിരുന്നു. ഒരു സർജറിക്കായി ബോംബെക്ക് പോകേണ്ടി വന്നു. ഇൻസ്പെക്ടർ ബെല്ലമർത്തിയപ്പോൾ വൃദ്ധയായ പരിചാരിക എത്തി. ചായ. അവർ പോയി. താങ്കൾ പുതിയ സെർവൻറ്റിനെ നിയമിച്ചോ? ആ, 2 ദിവസമായി. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്കറിയാം. എന്നാൽ ഇനിയും താങ്കളിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ ദേവനാഥ്? ശരി തന്നെ. പക്ഷേ എൻ്റെ കുടുംബം തകർത്ത ആ ബാസ്റ്റേഡിനെ ഞാൻ വെറുതെ വിടില്ല. എപ്പോഴെങ്കിലും അവനെ എൻ്റെ കയ്യിൽ കിട്ടും. അന്ന് അവൻ്റെ ശവത്തിന് മുകളിൽ നിന്ന് എനിക്കൊന്ന് പൊട്ടിച്ചിരിക്കണം. താങ്കൾ ലീവ് എടുക്കുകയാണെന്ന് കേട്ടു. ശരിയാണ്. ഔദ്യോഗിക ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ കഴിയുകയില്ല. കാരണം അതിനിടെ മറ്റ് പ്രശ്നങ്ങളും തലപ്പൊക്കും. ബ്ലാക്ക് റോബോട്ടിനെ വേട്ടയാടണമെങ്കിൽ എൻ്റേതായ ചില വഴികൾ നോക്കേണ്ടതുണ്ട്. അയാൾ അസാമാന്യനാണെന്ന് താങ്കൾക്കറിയാമല്ലോ. താങ്കളെയും ഐജിയെയും ബോധം കെടുത്തിയിട്ടല്ലേ മന്ത്രിയെ കൊന്നത്? ഉവ്വ്. ബ്ലാക്ക് റോബോട്ടിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലാതില്ല. അടുത്തു തന്നെ അയാൾ കുടുങ്ങും.
വൃദ്ധ ചായ കൊണ്ടുവന്നു. കഴിക്കൂ. ഇരുവരും കപ്പെടുത്തു. ഞാനൊരു കാര്യം വിട്ടുപോയി. എന്താണ്? IG മിഥുൻ സിംഗ് അത്യാവശ്യമായും താങ്കളെ കാണണമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ താങ്കൾക്ക് ഫോൺ ചെയ്തിരുന്നു. പക്ഷേ താങ്കളെ കിട്ടിയില്ല. ഞാനും ജയിലിലേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, പിന്നെ കാണാം. ഓക്കെ. ഡോക്ടർ രാജശേഖർ യാത്രയായി. അപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരുന്നു. ഇനി നാളെയേ AGയെ കാണാൻ കഴിയുകയുള്ളൂ. ഇൻസ്പെക്ടർ ദേവനാഥ് വേഷം മാറി റിവോൾവർ കീശയിൽ തിരുകി. പോർച്ചിൽ ഒരു പുതിയ ബൈക്ക് ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്. ജീപ്പ് പോകാത്ത മാർഗങ്ങളിലൂടെയും പോകുവാൻ ഒരു ഉപാധി. തൻ്റെ വേട്ട ആരംഭിക്കുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കണം. ഒരു പാർക്കിൻ്റെ മുന്നിലാണ് ചെന്നെത്തിയത്. വെറുതെ പാർക്കിലൂടെ നടന്നു. പിന്നെ ഒരൊഴിഞ്ഞ ഭാഗത്തെ പുൽത്തകടിയിൽ മലർന്നു കിടന്നു. ആകാശത്തുകൂടി തൻ്റെ സ്മിത ഒഴുകി നടക്കുന്നതായി തോന്നി. അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അയാളെ വേട്ടയാടി. നേരെ പോയതറിഞ്ഞില്ല. സന്ധ്യ വന്നു. പാർക്കിലെ തിരക്കൊഴിഞ്ഞു തുടങ്ങി. പെട്ടെന്ന് ഒരാൾ മുന്നിൽ നിൽക്കുന്നത് കണ്ട് അയാൾ ഞെട്ടി. ബ്ലാക്ക് റോബോട്ട്. കിടന്നിടത്തു നിന്നും എണീക്കാതെ ഇൻസ്പെക്ടർ ദേവനാഥ് ബ്ലാക്ക് റോബോട്ടിനെ പകച്ചു നോക്കി. അയാളാകട്ടെ ഇൻസ്പെക്ടറെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. വലത് കരം പാൻറ്റിൻ്റെ കീശയിൽ താഴ്ത്തിയിരിക്കുകയാണ്. ആ കൈ പുറത്തു വന്നാൽ അതിൽ ഒരു റിവോൾവർ കാണുമെന്ന് ദേവനാഥിനറിയാം. എങ്ങനെ ഇയാളെ നേരിടുമെന്ന ചിന്തയോടെ ദേവനാഥ് എണീക്കുവാൻ ഭാവിച്ചു. തൻ്റെ കീശയിലും റിവോൾവർ കിടപ്പുണ്ട്. അതെടുത്ത് പ്രയോഗിക്കുവാൻ കഴിയും മുമ്പ് ബ്ലാക്ക് റോബോട്ട് തൻ്റെ നേരെ നിറയൊഴിക്കുമെന്ന് ദേവനാഥ് സംശയിച്ചു. മിസ്റ്റർ ദേവനാഥ്. ചുറ്റും നോക്കിക്കൊണ്ട് ബ്ലാക്ക് റോബോട്ട് സംസാരിച്ചു. ഞാൻ നിങ്ങളെ തേടി മാത്രമാണ് ഇവിടെ എത്തിയത്. യു ബാസ്റ്റേർഡ്. ദേവനാഥ് ചാടി എഴുന്നേറ്റു. അത് കേട്ട് ബ്ലാക്ക് റോബോട്ട് തെല്ലുറക്കെ തന്നെ ചിരിച്ചു. പിന്നെ പൊടുന്നനെ ചിരി നിർത്തിയിട്ട് ഗൗരവത്തിൽ പറഞ്ഞു. ഇൻസ്പെക്ടർ, നിങ്ങൾ ഇതുവരെ എൻ്റെ ശത്രുവായിട്ടല്ല നിങ്ങളുടെ ഭാര്യയെ എനിക്ക് വധിക്കേണ്ടി വന്നത്. സത്യം തന്നെ. ഒരുപക്ഷെ അവളുടെ അസാധാരണ സൗന്ദര്യമാകും അങ്ങനെ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ശത്രുവായി മാത്രമേ നിങ്ങൾക്ക് എന്നെ കാണുവാൻ സാധിക്കൂ എന്നറിയാം. പക്ഷേ എൻ്റെ മാർഗത്തിൽ വിഘാതം സൃഷ്ടിക്കുന്നവരാരായാലും എനിക്കവരെ തുടച്ചു നീക്കേണ്ടി വരും. ഇൻസ്പെക്ടർ അത് ശ്രദ്ധിച്ചില്ലെന്ന് അയാൾക്ക് തോന്നി. ദേവനാഥ് പെട്ടെന്ന് റിവോൾവർ എടുത്ത് ബ്ലാക്ക് റോബോട്ടിന് നേരെ ചൂണ്ടി. എന്നാൽ ഒരു സെക്കൻഡ് വൈകിപ്പോയി. കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് എന്നവണ്ണം അയാൾ അത് തട്ടിക്കളഞ്ഞു. അപ്പോൾ വർദ്ധിച്ച കോപത്തോടെ ഇൻസ്പെക്ടർ മുന്നോട്ടാഞ്ഞു. സ്റ്റോപ്പ് ഇറ്റ്. ബ്ലാക്ക് റോബോട്ടിൻ്റെ കനത്ത ശബ്ദത്തിനു മുന്നിൽ ദേവനാഥ് നിശ്ചലമായി. റോബോട്ടിൻ്റെ കയ്യിൽ ചെറിയ പിസ്റ്റൾ കണ്ടു. ജർമ്മൻ നിർമ്മിതമാണിത്. 12 ബുള്ളറ്റുകൾ ലോഡ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ബുള്ളറ്റുകളിലെല്ലാം കൊടിയ വിഷം അടങ്ങിയിട്ടുണ്ട്. ശരീരത്ത് ഒരു ചെറിയ പോറൽ മതിയാകും മരണത്തിന്. ദേവനാഥ് വിറച്ചുപോയി. എന്നെ വേട്ടയാടുവാൻ വേണ്ടി നിങ്ങൾ ലീവ് എടുക്കാൻ തീരുമാനിച്ച വിവരം ഞാൻ അറിഞ്ഞു. പക്ഷേ അത് നിങ്ങൾ ശരിക്കും ചിന്തിച്ചിട്ടായാൽ നന്നായിരിക്കും. ഇല്ലടാ, നിന്റെ മരണം എൻ്റെ കൈക്കൊണ്ടായിരിക്കും. ദേവനാഥിൻ്റെ സംസാരം കേട്ട് ബ്ലാക്ക് റോബോട്ട് ചിരിച്ചു. റോബോട്ട്, എപ്പോഴും വിജയം നിനക്കായിരിക്കുമെന്ന് വിചാരിക്കരുത്. വിചാരിക്കും. പരാജയം എൻ്റെ ജീവിതത്തിലില്ല. ആത്മപ്രശംസ നല്ലതാണ്. പക്ഷേ പൂർത്തിയാക്കാതെ ദേവനാഥ് കുതിച്ചു ചാടി, ഒരു കാട്ടുപന്നിയെ പോലെ. ആക്രമണം അപ്രതീക്ഷിതമായിരുന്നതിനാൽ ബ്ലാക്ക് റോബോട്ട് പതറിപ്പോയി. റിവോൾവർ തെറിച്ചതിനൊപ്പം നെഞ്ച് ശക്തമായ ചവിട്ടേറ്റ് അയാൾ പുൽത്തകടിയിൽ മലർന്നു വീണു. ഇൻസ്പെക്ടർ മുകളിലേക്ക് ചാടി, കടിച്ചു ചോര കുടിക്കാനുള്ള ആർത്തിയോടെ. എന്നാൽ ധൃതിയിൽ അയാൾ ഒഴിഞ്ഞുമാറി. ഇൻസ്പെക്ടർ വിട്ടില്ല. പരസ്പരം കെട്ടിപ്പിടിച്ച് അവർ പുല്ലിലൂടെ ഉരുണ്ടു. ഇയാളുടെ മുഖംമൂടി വലിച്ചു മാറ്റിയാൽ തനിക്ക് ബ്ലാക്ക് റോബോട്ടിൻ്റെ യഥാർത്ഥ മുഖം കാണുവാൻ കഴിയുമെന്ന് തോന്നിയപ്പോൾ അതിനായി ദേവനാഥിൻ്റെ ശ്രമം. അവർ ഉരുണ്ട് ഒരു വിളക്കുകാലിന് ചുവട്ടിലെത്തി. പാർക്കിലുണ്ടായിരുന്ന ചുരുക്കം ചിലർ ഈ കാഴ്ച കണ്ടു. അപ്പോൾ ബ്ലാക്ക് റോബോട്ട് കീശയിൽ നിന്നും മറ്റൊരു പിസ്റ്റൾ എടുത്ത് ഇൻസ്പെക്ടറുടെ നെറ്റിയിൽ മുട്ടിച്ചു. ഡോൺ മൂവ്, ഞാൻ കാണിച്ചു വരിക്കും. ഇൻസ്പെക്ടറുടെ പിടി അയഞ്ഞു. ബ്ലാക്ക് റോബോട്ട് എണീറ്റ് നിന്നു. തൽക്കാലം നിന്നെ ഞാൻ കൊല്ലുന്നില്ല. പക്ഷേ നമ്മൾ തമ്മിൽ ഇനി ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ. മറുപടിക്ക് കാക്കാതെ മിന്നൽ വേഗത്തിൽ അയാൾ പലായനം ചെയ്തു. പരാജിതനായ ദേവനാഥ് എണീറ്റു. പിന്നെ തെറിച്ചുപോയ തൻ്റെയും ബ്ലാക്ക് റോബോട്ടിൻ്റെയും റിവോൾവറുകൾ കണ്ടെടുത്തു. അതുമായി കുനിഞ്ഞ ശിരസോടെ പുറത്തേക്ക് നടന്നു. റിട്ടയേർഡ് മേജർ ജാഫറുടെ ഫോൺ സന്ദേശം ഇൻസ്പെക്ടർ ദേവനാഥിനെ തേടിയെത്തി. താങ്കൾ എത്രയും വേഗം ഇവിടെ വരെയൊന്ന് വരണം. എലിസബത്ത് തിരികെ എത്തിയിരിക്കുന്നു. യെസ്, ഞാൻ ഉടനെ എത്താം. ദേവനാഥ് വേഗം ഡ്രസ്സ് മാറി ബൈക്കിൽ പാഞ്ഞു. എലിസബത്ത് ഇനി എന്തെങ്കിലും അപകടം പിടികൂടുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഇത്രയും ദിവസം റോബോട്ടിൻ്റെ കസ്റ്റഡിയിൽ കഴിഞ്ഞ അവൾക്ക് എല്ലാ വിവരങ്ങളും അറിയാമായിരിക്കാം. 2-ാം നമ്പർ തെരുവിൽ 32-ാം നമ്പർ വീടിൻ്റെ മുറ്റത്ത് ബൈക്ക് നിർത്തുമ്പോൾ ഇൻസ്പെക്ടർ ദേവനാഥിൻ്റെ വിചാരം അതായിരുന്നു. ഭാഗ്യം തന്നെ തേടിയെത്തിയിരിക്കുന്നു. ശക്തമായൊരു പ്രതികാരത്തിന് മനസ്സ് കൊതിക്കുന്നു. അപ്പോൾ സമയം രാത്രി 8:30. ബെൽ സ്വിച്ച് അമർത്തി. 10 സെക്കൻഡുകൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. മേജർ ജാഫർ ദേവനാഥിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്ന് വ്യക്തം. വരണം ഇൻസ്പെക്ടർ, വരണം. ദേവനാഥ് അകത്തേക്ക് കയറി. എലിസബത്ത് എവിടെ? മുറിയിലുണ്ട്. എനിക്ക് അവളോട് സംസാരിക്കണം. അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ദേവനാഥ് കാര്യം മനസ്സിലാക്കാതെ മേജറെ പകച്ചു നോക്കി. യെസ്, അത് പറയുവാനാണ് താങ്കളെ ഞാൻ വിളിച്ചു വരുത്തിയത്. അവൾ എന്നെയോ അവളുടെ അമ്മയെയോ പോലും മനസ്സിലാക്കുന്നില്ല. മൈ ഗോഡ്, അവൾക്ക് പഴയതൊന്നും ഓർമ്മയില്ല. ഇൻസ്പെക്ടർ നിരാശനായി. പിന്നെ എങ്ങനെ അവൾ ഇവിടെ എത്തി?
ഒരു കാർ ഗേറ്റിനടുത്ത് വന്നു നിന്നു. അതിൽ നിന്നും 2 പേർ അവളെ ഇറക്കി വിടുന്നത് ഞാൻ കണ്ടു. ഐ സി. അവൾക്ക് മറ്റു കുഴപ്പമൊന്നുമില്ലേ? ഇല്ല, പക്ഷേ കൊച്ചുകുട്ടിയുടെ മനസ്സാണിപ്പോൾ. ബ്ലാക്ക് റോബോട്ടിൻ്റെ മറ്റൊരു കഴിവ്. ഇൻസ്പെക്ടർ എലിസബത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു. അയാളെ അവൾ തുറച്ചു നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പോലീസ് ഉദ്യോഗസ്ഥനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പോലും അറിയില്ല. പുതിയ ഓർമ്മയിൽ ഇത്തരം വേഷം കാണുന്നത് തന്നെ ആദ്യമായാണ്. എലിസബത്ത്, അവൾ തലയിളക്കി. നിനക്ക് എന്നെ അറിയാമോ? അവൾ കണ്ണടച്ചു. മേജർ ജാഫർ പിന്നിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ദേവനാഥ് ഒരു വസ്തുത ഓർമ്മിച്ചത്. അയാൾ മേജറെ നോക്കി. എലിസബത്തിൻ്റെ ഡയറി ഇവിടെയുണ്ടോ? ഉണ്ടല്ലോ. അദ്ദേഹം മേശവലിപ്പിൽ നിന്നും ഒരു ഡയറി എടുത്ത് അയാൾക്ക് നൽകി. ഞാനൊരിക്കലും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, പക്ഷേ ഇവളെ കാണാതെ വന്നപ്പോൾ എല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി വന്നപ്പോഴാണ് ഇത് കണ്ടത്. സാർ, ഇത് വായിച്ചോ? ഇല്ല, മകളുടെ ഡയറി ഡാഡി വായിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. ഇൻസ്പെക്ടർ ഡയറിയുടെ താൾ മറിച്ചു. നീനയുമായി സംസാരിച്ച വിവരം ഇവൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഏറെ പേജുകൾ മറിച്ചപ്പോൾ ഉണ്ട്. വ്യക്തമായി എലിസബത്ത് കുറിച്ചിട്ടുണ്ട്. ബ്ലാക്ക് റോബോട്ട് ആരാണെന്ന് നീന എന്നോട് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും അയാളൊരു ചെകുത്താൻ തന്നെ. എന്തിനാണ് അയാൾ ആ പേരിൽ കഴിയുന്നത്? ഏതായാലും ബ്ലാക്ക് റോബോട്ട് അയാൾ ആണെന്ന് ആരും ചിന്തിക്കില്ല. എലിസബത്ത് എഴുതിയിരിക്കുന്ന ബ്ലാക്ക് റോബോട്ടിൻ്റെ പേര് കണ്ട് ഇൻസ്പെക്ടർ ദേവനാഥ് നടുങ്ങിപ്പോയി. മൈ ഗോഡ്! ഇത്രയും കാലം ഇവൻ തൻ്റെ മുന്നിലൂടെ അനായാസേന വിഹരിക്കുകയായിരുന്നു. ജയിലിൽ കഴിയുന്ന പാവ ഐജിയെ അയാൾ ഓർത്തു. തൻ്റെ ഭാര്യയുടെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. ഇൻസ്പെക്ടർ ദേവനാഥിൽ വന്യമായൊരു ആവേശമുണ്ടായി. ആ ഡയറി അയാൾ തൻ്റെ കീശയിൽ തിരുകി. മേജർ ജാഫർ ആ ഭാവമാറ്റം കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു. എന്തുപറ്റി ഇൻസ്പെക്ടർ? ഒക്കെ പിന്നീട് പറയാം. ദേവനാഥ് പുറത്തേക്കോടി. അതിനിടെ റിവോൾവർ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തി. ദേവനാഥിനെ വഹിച്ചുകൊണ്ട് ബൈക്ക് ഒരു വെടിയുണ്ട പോലെ പാഞ്ഞുപോയി. പോലീസിനെ കൂടി കൂട്ടിയാലോ എന്ന് ചിന്തിച്ചുവെങ്കിലും തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചു. തനിക്ക് ഒറ്റയ്ക്ക് അവനെ നേരിടണം. കൈക്കാലുകൾ വെടിവെച്ചൊടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. പലവിധ ചിന്തകളിലായിരുന്ന ദേവനാഥിൻ്റെ ബൈക്ക് ഒരു നാൽക്കവലയിലെത്തി. പെട്ടെന്നാണത് സംഭവിച്ചത്. ഒരേ സമയത്ത് 4 റോഡുകളിൽ നിന്നും ട്രക്കുകൾ പാഞ്ഞു വന്നു. അവയ്ക്ക് നടുവിലായി ദേവനാഥ്. അവയുടെ വെളിച്ചത്തിൽ അയാളുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയി. ഒന്ന് വെട്ടിച്ചു മാറ്റുവാൻ പോലും കഴിഞ്ഞില്ല. എതിരെ വന്ന ട്രക്കിൽ ശക്തിയായി ചെന്നിരിച്ച ബൈക്കിൽ നിന്നും ദേവനാഥ് തെറിച്ചുപോയി. ഒരു ഫുട്ബോൾ പോലെ ചെന്നു വീണത് പിന്നാലെ വന്ന ട്രക്കിന് മുന്നിൽ. അതിൻ്റെ മുന്നിലെ ഒരു ചക്രം ദേവനാഥിൻ്റെ ശരീരത്തിൽ കയറിയിറങ്ങി. ഒന്ന് നിലവിളിക്കുവാൻ കൂടി കഴിയും മുമ്പ് അയാൾ ചോരക്കട്ടയായി കഴിഞ്ഞിരുന്നു. ട്രക്കിൽ നിന്ന് ചാടിയിറങ്ങിയ ഒരാൾ തെറിച്ചു വീണ ഡയറി എടുത്തു. ട്രക്കുകൾ അതിവേഗം പാഞ്ഞുപോയി. ഇൻസ്പെക്ടർ ദേവനാഥിൻ്റെ മരണം ആക്സിഡൻ്റായി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയെങ്കിലും റിട്ടയേർഡ് മേജർ ജാഫറുടെ റിപ്പോർട്ടും എലിസബത്തിൻ്റെ അവസ്ഥയും അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തെളിവുകളൊന്നുമില്ല. രഹസ്യങ്ങളുടെ നിലവറയിൽ ബ്ലാക്ക് റോബോട്ട് തന്നെയാണെന്നായിരുന്നു ഏവരുടെയും വിശ്വാസം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വികൃതമായ ആ ശവശരീരം ഏറ്റുവാങ്ങി സംസ്കരിച്ചത് ഡോക്ടർ രാജശേഖറാണ്. തൻ്റെ ആത്മസുഹൃത്തിൻ്റെ നിര്യാണം അദ്ദേഹത്തെ ആകെ തളർത്തിയിരുന്നു. ദിവസങ്ങൾ മെല്ലെ കൊഴിഞ്ഞു വീണു. ബ്ലാക്ക് റോബോട്ടിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഡൽഹി പോലീസിൻ്റെ കഴിവ് ഇക്കാര്യത്തിൽ മാത്രം പരാജയപ്പെട്ടു. ഈ അവസരത്തിലാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ ചാരസംഘടനയായ റായുടെ രഹസ്യ റിപ്പോർട്ട് ഇന്ത്യയിൽ കിട്ടിയത്. ഉന്നത കേന്ദ്രങ്ങളിൽ ആ റിപ്പോർട്ട് ശരിക്കും ഞെട്ടലുണ്ടാക്കി. 21-ാം തീയതി ഇന്ത്യയിലെത്തുന്ന പാകിസ്ഥാൻ പ്രസിഡന്റ് സിയാ മോട്ടിയെ വധിക്കുവാൻ അവിടെ തന്നെയുള്ള ഭീകരവാദികൾ ബോംബെ അധോലോകത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവ് പ്രേംചന്ദ് ചാറ്റർജിയെ ഏൽപ്പിച്ചിരിക്കുന്നു. കനത്ത പ്രതിഫലമാണ് വാഗ്ദാനം. ഉന്നത കേന്ദ്രങ്ങളിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നു. അപകടഭീതി കണക്കാക്കി പാക് പ്രസിഡന്റിൻ്റെ യാത്ര മാറ്റിവെക്കുവാൻ പറയുന്നതിനോട് ആർക്കും താല്പര്യമില്ല. മറിച്ച് പ്രസിഡന്റിൻ്റെ സുരക്ഷിതത്വത്തിനായി വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നതിനോടൊപ്പം ചാറ്റർജിയെ അറസ്റ്റ് ചെയ്യുന്നതിനുമായി റായുടെ ചീഫ് ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചു. 5-അംഗ സംഘം. അതിൻ്റെ തലവൻ കമാൻഡർ രജനീഷ് നാഥ് ആയിരുന്നു. ഉദ്ദേശം 6 അടി ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള 32കാരൻ. വെളുത്ത നിറവും ആരെയും ആകർഷിക്കുന്ന ഭാവവും. ഡിപ്പാർട്ട്മെൻറ്റിൽ ഏവർക്കും അദ്ദേഹത്തെ നല്ല മതിപ്പാണ്. റായിൽ ജോലി ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി ജോലി നോക്കുകയായിരുന്നു. അവിടെ കാണിച്ച പ്രാഗൽഭ്യമാണ് അദ്ദേഹത്തെ റായിൽ എത്തിച്ചത് തന്നെ. ഡൽഹി നഗരത്തിൽ നിന്ന് അല്പം അകന്ന് ഒരു മനോഹരമായ വീടാണ് രജീഷ്നാഥിൻ്റേത്. ജോലി ഏറ്റെടുത്ത അന്ന് രാത്രി തന്നെ അദ്ദേഹം തൻ്റെ 4 സഹപ്രവർത്തകരെയും വിളിച്ചുകൂട്ടി കേസിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പ്രേംചന്ദ് ചാറ്റർജി ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടാവും, രജനീഷ്നാഥ് പറഞ്ഞു. മറ്റു 4 പേരും അദ്ദേഹത്തെ ഉറ്റുനോക്കി. വെറും നിഗമനം മാത്രമാണിത്. ഒരുപക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാവും അയാൾ ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം അയാൾ ബോംബെയിൽ ഉണ്ടോയെന്ന് തിരക്കണം. 1, 2, 3, 4 എന്നീ നമ്പറുകളിൽ മാത്രം പരസ്പരം ബന്ധപ്പെട്ടാൽ മതി, ഫോൺ ചെയ്യുമ്പോൾ പോലും. ഓക്കെ സാർ. ആദ്യം നമ്പർ 1 ബോംബെക്ക് പോകണം. നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ തന്നെ. ഇവിടെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ബ്യൂറോ താങ്കളെ സഹായിക്കും. ശരി സാർ, താങ്കൾക്ക് പോകാം.
നമ്പർ 1 അപ്പോൾ തന്നെ പോയി. ഇനി നമ്പർ 2. നിങ്ങളുടെ ജോലി കഴിഞ്ഞ 2 ആഴ്ചകൾക്കുള്ളിൽ ബോംബെയിൽ നിന്നും വിമാനത്തിലെത്തിയവരുടെ പേരുകൾ ശേഖരിക്കുകയാണ്. ഓക്കെ സാർ. അയാളും പോയി. നമ്പർ 3. നിങ്ങൾ ഇവിടെയുള്ള അധോലോക സംഘങ്ങളെക്കുറിച്ച് പഠിക്കണം. അവരുടെ നീക്കങ്ങളും അവർ ആരൊക്കെയുമായി ബന്ധപ്പെടുന്നുവെന്നും അറിയുക. സർ. അയാൾ വാതിൽ കടന്നപ്പോൾ രജനീഷ്നാഥ് ശിരസിളക്കി. നമ്പർ 4. നിങ്ങളുടെ ജോലി ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ആ ചർച്ച അവസാനിച്ചു. 4 പേരും പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേലക്കാരനോട് ഭക്ഷണം എടുത്തു വയ്ക്കാൻ പറഞ്ഞു. അവർ 2 പേരും മാത്രമായിരുന്നു അവിടെ താമസം. റാ എടുത്ത തീരുമാനങ്ങൾ അപ്പോൾ തന്നെ ഒരു ചാരനിലൂടെ ബോംബെ, ഡൽഹി അധോലോകങ്ങളിലേക്കും അവിടെ നിന്നും പ്രേംചന്ദ് ചാറ്റർജിയും അറിയുന്നുണ്ടായിരുന്നു. ഉടനെ ചാറ്റർജി ബ്ലാക്ക് റോബോട്ടിനെ ഫോൺ ചെയ്തു. അടിയന്തരമായി ഒന്ന് കാണണം. ഉടനെ എൻ്റെ വാസസ്ഥാനത്തേക്ക് വരിക. ഞാൻ കാബ്രെ ഹാളിലുണ്ടാവും. കൃത്യം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് റോബോട്ട് ഹോട്ടൽ താജിലെത്തി. കാബ്രെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. വാതിലിനടുത്ത് തന്നെ നിന്നുകൊണ്ട് മങ്ങിയ ഇരുട്ടിൽ ഇരിക്കുന്ന ചാറ്റർജിയെ ശ്രദ്ധിച്ചു. ഒരൊഴിഞ്ഞ കോണിലിരുന്ന് മദ്യപിക്കുന്ന മധ്യവയസ്കനെ കണ്ടപ്പോൾ നേരെ അവിടേക്ക് ചെന്നു. ഒന്നും പറയാതെ എതിരെയുള്ള കസേരയിലിരുന്നിട്ട് വിസ്കിക്ക് ഓർഡർ കൊടുത്തു. ഒരു സ്വർണ്ണ സർപ്പത്തെ പോലെ നാമമാത്രമായ വസ്ത്രം ധരിച്ച് കുഴഞ്ഞാടുന്ന നർത്തകിയുടെ മേനിയിൽ കണ്ണുകൾ ഉടക്കി. പൊടുന്നനെ ആ കണ്ണുകളിൽ വിസ്മയം. സൂസനല്ലേ അത്? യെസ്, മധ്യവയസ്കൻ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയാം. ബയർ കൊണ്ടുവച്ച വിസ്കി ഗ്ലാസ്സിൽ പകർന്ന് അതിൽ ഐസ് ക്യൂബുകൾ ഇടുന്നതിനിടയിൽ ബ്ലാക്ക് റോബോട്ട് വീണ്ടും സൂസനെ ശ്രദ്ധിച്ചു. എന്നാൽ അല്പമകലെ മദ്യപിച്ചിട്ടെന്നവണ്ണം മേശയിലേക്ക് തലചായ്ച്ചിരുന്ന ഒരാളുടെ ശ്രദ്ധ തങ്ങളിലാണെന്ന് ഇരുവരും അറിഞ്ഞിരുന്നില്ല. ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയാണ് 007. അവിടെയായിരുന്നു കമാൻഡർ രജനീഷ്നാഥ് ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. അതിപ്രധാനമായ കേസുകളിൽ പ്രസ്തുത സംഘടന പോലീസിനോട് സഹകരിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും നിർദ്ദേശാനുസരണവും നീങ്ങാറുണ്ട്. മിക്കവാറും രജനീഷ്നാഥ് 007മായി ബന്ധപ്പെടാറുണ്ട്. ഇത്തവണയും അങ്ങനെ ചെയ്തു. അപ്പോഴാണ് പ്രൈവറ്റ് ഏജൻസിയിൽ നിന്നും അമ്പരപ്പിക്കുന്ന ആ വിവരം കിട്ടിയത്. പ്രേംചന്ദ് ചാറ്റർജി ഡൽഹിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എവിടെ പോയെന്നോ ആരൊക്കെയുമായി ബന്ധപ്പെട്ടെന്നോ അറിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ രജനീഷ്നാഥ് ഒരു തീരുമാനത്തിലെത്തി. ഏതെങ്കിലും മുന്തിയ ഹോട്ടലിലോ അതുപോലെ സൗകര്യമുള്ള എവിടെയെങ്കിലുമോ മാത്രമേ ചാറ്റർജി കാണുകയുള്ളൂ. പോരെങ്കിൽ അയാളൊരു സ്ത്രീ ലംബടനാണ്. കൂടെ ഒരു യുവതിയുണ്ടെന്നുമാണ് അറിയുവാൻ കഴിഞ്ഞത്. കൂടാതെ ചാറ്റർജിയും യുവതിയും ഇവിടെ എത്തിയ രൂപത്തിൽ ഫോട്ടോയും കിട്ടിയിട്ടുണ്ട്. ഹോട്ടൽ താജിൻ്റെ റിസപ്ഷൻ കൗണ്ടറിൽ ഇരിക്കാനുള്ള യുവതികൾ രജനീഷ്നാഥിൻ്റെ പരിചയക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ദമ്പതികൾ ആരെങ്കിലും അവിടെ മുറിയെടുത്തിട്ടുണ്ടോ എന്ന് തിരക്കി. 17 കൂട്ടർ റൂം എടുത്തിരുന്നു. പക്ഷേ ഫോട്ടോ കാണിച്ചപ്പോൾ അവർ അവിടെ വന്നിട്ടേയില്ലെന്നാണ് അറിഞ്ഞത്. എങ്കിലും ഹോട്ടലിൽ വന്ന നിലയ്ക്ക് കാബറെ ഹാളിലൊന്ന് കയറാമെന്ന് വച്ചു. കാരണം കള്ളക്കടത്തുകാരും മറ്റും അവിടെയാണ് കാണാൻ സാധ്യത. ഹാളിൻ്റെ വാതിൽക്കൽ ഒരു നിമിഷം നിന്ന ശേഷമാണ് അദ്ദേഹം ഒരു ടേബിളിനരികിലേക്ക് നീങ്ങിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ബ്ലാക്ക് റോബോട്ടും പ്രേംചന്ദ് ചാറ്റർജിയും അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞിരുന്നു. റോബോട്ടിൻ്റെ കണ്ണുകളിൽ വന്യമായൊരു തിളക്കം. ഇവൻ അസാമാന്യനാണ്, ചാറ്റർജി പറഞ്ഞു. എനിക്കറിയാം. നേരിട്ടൊരു പോരാട്ടം വേണ്ട, മാർഗമുണ്ട്. കാബ്രെ അതിൻ്റെ അവസാന ഘട്ടത്തോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നർത്തകി വീണ്ടും സ്റ്റേജിലെത്തി. വാദ്യമേളങ്ങൾക്ക് വേഗതയേറി. നർത്തകിയുടെ വസ്ത്രങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അവ ഓരോന്നും കാണികൾക്കിടയിലേക്ക് അവൾ വലിച്ചെറിഞ്ഞു. അവസാനം അവൾ തൻ്റെ ബ്രാ ഊരിയെറിഞ്ഞു. അത് വന്നു വീണത് രജനീഷ്നാഥിൻ്റെ മടിയിൽ. വെറുതെ ചിരിച്ചിട്ട് അദ്ദേഹം അത് നീക്കി തറയിലിട്ടു. അവളുടെ മാറിടങ്ങളുടെ മുഴുപ്പിൽ കാണികൾ പുളകിതരായി. അവരിൽ വികാരത്തിൻ്റെ പിരിമുറുക്കം. അടുത്ത നിമിഷം അവൾ പാൻറ്റീസും ഊരിയെറിഞ്ഞു. ഒരു സെക്കൻഡ്. നർത്തകി പരിപൂർണ്ണ നഗ്ന. ആ നിമിഷം ലൈറ്റുകൾ മുഴുവൻ തെളിഞ്ഞു. കാണികളുടെ തുളഞ്ഞിറങ്ങുന്ന നോട്ടം അവളുടെ അവയവങ്ങളിൽ. പെട്ടെന്ന് ലൈറ്റ് അണഞ്ഞു. ഉടനെ വീണ്ടും വന്നു. അതിനുള്ളിൽ അവൾ അവിടെ നിന്നും മറഞ്ഞു കഴിഞ്ഞിരുന്നു. രജനീഷ്നാഥ് ബയറിനെ വിളിച്ചു. സർ. അവൻ ഭവ്യതയോടെ വന്നു. ആ നർത്തകിയുടെ റൂം ഏതാ? 5th ഫ്ലോർ, റൂം നമ്പർ 211. താങ്ക്സ്. അദ്ദേഹം 50 രൂപ നോട്ട് അവൻ്റെ കീശയിൽ തിരികെ കൊണ്ട് എണീറ്റു. അവൾ വീഴുമോ? സാറൊന്ന് നോക്ക്. ബ്ലാക്ക് റോബോട്ടും പ്രേംചന്ദ് ചാറ്റർജിയും പലതും സംസാരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. നർത്തകിയെ ഏത് രീതിയിൽ നേരിടണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് രജനീഷ്നാഥ് ലിഫ്റ്റിനരികിലേക്ക് ചെന്നത്. അപ്പോൾ അത് മുകളിലേക്ക് പോയിരിക്കുകയായിരുന്നതിനാൽ സ്വിച്ച് അമർത്തിയിട്ട് കാത്തുനിന്നു. ലിഫ്റ്റ് താഴെ എത്തി. അദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു യുവതിയും വേഗം വന്ന് കയറി. രജനീഷ്നാഥ് അവളെ സൂക്ഷിച്ചു നോക്കി. അത് ആ കാബ്ര നർത്തകിയായിരുന്നു, സൂസൻ. എന്ത് വേണമെന്ന് അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു. ഇവൾ ചാറ്റർജിയുടെ ആളാണെങ്കിൽ സൂക്ഷിച്ചിടപെടണം. അതല്ല, അയാൾ തൻ്റെ യാത്രയ്ക്ക് ഒരു നർത്തകിയെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അദ്ദേഹത്തെ നോക്കി അവൾ കൃത്യമായി ചിരിച്ചു. രജനീഷ്നാഥും. ഞാൻ കാബ്ര കണ്ടിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. താങ്ക്സ്. അവൾ കീഴ്ച്ചുണ്ട് കളിച്ചു. എന്താ പേര്? സ്വപ്ന. ശരിയാണ്. സ്വപ്നയുടെ കാബ്ര കണ്ടവരൊക്കെ സ്വപ്നയെ സ്വപ്നം കാണും. പുകഴ്ത്താതെ. അത്രയ്ക്കൊന്നുമില്ല. ഉണ്ട്, ഞാൻ കണ്ടതാണല്ലോ. ആദരാർത്ഥം അറിഞ്ഞ് അവൾ ഊറിച്ചിരിച്ചു. ആൾ ഉദ്ദേശിച്ചതുപോലെയല്ല.
5-ാം നിലയിൽ ഇരുവരും ഇറങ്ങി. ഈ ഫ്ലോറിലാണോ റൂം? അറിയാത്ത ഭാവത്തിൽ അദ്ദേഹം ചോദിച്ചു. അതെ. താങ്കളുടെ റൂമും ഇവിടെയാണോ? അല്ല, എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെയുണ്ട്. ആ, ഞാൻ കൂടി സ്വപ്നയുടെ മുറിയിലേക്ക് വരുന്നതിൽ വിരോധമുണ്ടോ? എന്തിനാ? മുന്നോട്ട് നടന്നുകൊണ്ട് അവൾ തിരക്കി. വെറുതെ. അദ്ദേഹം ചിരിച്ചു. ഞാൻ ആരെയും മുറിയിലേക്ക് ക്ഷണിക്കാറില്ല. യഥാർത്ഥത്തിൽ അവൾക്ക് അദ്ദേഹത്തോട് താല്പര്യമായിരുന്നുവെങ്കിലും അദ്ദേഹം ആരാണെന്ന് അറിയാമായിരുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വിരിഞ്ഞമാറിൽ മുഖം പൂഴ്ത്തിക്കിടക്കുവാൻ ഏത് യുവതിയാണ് കൊതിക്കാത്തത്? എന്താണ് ഒന്നും പറയാത്തത്? അത് പിന്നെ അവൾ ചിന്തിച്ചത് പ്രേംചന്ദ് ചാറ്റർജിയെക്കുറിച്ചായിരുന്നു. ഇദ്ദേഹവുമായി താൻ മുറിയിൽ കയറുമ്പോൾ അയാൾ വന്നാൽ അയാൾ തന്നെ വധിക്കുവാൻ കൂടി മടിച്ചെന്ന് വരില്ല. രജീഷ് നാഥിനെ ഉപേക്ഷിക്കുവാൻ മനസ്സ് അനുവദിക്കുന്നുമില്ല. പൊടുന്നിനെ അവൾ ഓർത്തു, ചാറ്റർജി രാത്രിയിൽ ബ്ലാക്ക് റോബോട്ടിൻ്റെ താവളത്തേക്ക് പോകുന്നുണ്ട്. ആ നേരത്ത് ഒരു കാര്യം ചെയ്യും. അവൾ അദ്ദേഹത്തെ നോക്കി. ഒന്നുകിൽ ഇന്ന് രാത്രിയിൽ സുഹൃത്തിൻ്റെ ഒപ്പം കഴിയുക, അല്ലെങ്കിൽ ഒരു റൂം എടുക്ക്. എന്നിട്ട് 12 മണിക്ക് ശേഷം 21-ാം നമ്പർ റൂമിലെത്തുക. ഓക്കെ. അദ്ദേഹം പിന്തിരിഞ്ഞു. കൃത്യമായി ഞാൻ എത്തും. അവൾ നടന്നുപോയി. അദ്ദേഹം ലിഫ്റ്റ് വഴി താഴെ എത്തി. പുറത്തേക്ക് കാൽ വച്ചപ്പോഴാണ് കാബ്ര ഹാളിൽ നിന്നും ഇറങ്ങി വന്ന ഒരു മനുഷ്യനെ കണ്ടത്. കമാൻഡർ രജനീഷ് നാഥിൻ്റെ കണ്ണുകൾ വികസിച്ചു. തനിക്ക് ഇത്തരം അനുഭവങ്ങൾ പുത്തരിയാണ്. റായുടെ ശക്തമായ പ്രതിചാര പ്രവർത്തകൻ രജനീഷ് നാഥ് ഓർത്തു. പലതവണയും മരണത്തെ മുന്നിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ രക്ഷപ്പെടുവാൻ പഴുതുകൾ കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലൂടെ പലവിധ ചിന്തകൾ കടന്നുപോയി. ഇപ്പോൾ താൻ ആക്രമിച്ചാൽ അയാൾ നിറയൊഴിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ആരാണ്? കാർ ഒരു വളവെടുക്കുന്നതിനിടയിൽ അദ്ദേഹം തിരക്കി. നിന്റെ കാലൻ. നാവടയ്ക്കടാ, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ ഇവിടെ കൊണ്ട് അവസാനിക്കും. രജനീഷ് നാഥിൻ്റെ ചുണ്ടിൽ ചിരിയൂറി. അത് അയാൾ കണ്ടില്ല. പൊടുന്നിനെ അദ്ദേഹം കാറിൻ്റെ വേഗത കൂട്ടി. ഒരസ്ത്രം കണക്കെ അത് പാഞ്ഞു. വേഗത കുറയ്ക്കടാ. പിന്നിലിരുന്ന മനുഷ്യൻ പറഞ്ഞു നിർത്തും മുമ്പ് അദ്ദേഹം ബ്രേക്കിൽ ഒറ്റച്ചവിട്ട്. പിന്നിലിരുന്ന മനുഷ്യൻ മുന്നോട്ട് തലക്കുത്തി വീണു. രജീഷ് നാഥ് പ്രതീക്ഷിച്ചതും അതുതന്നെയായിരുന്നു. ഞൊടിയിടയിൽ അയാളുടെ റിവോൾവർ തട്ടിത്തെറിപ്പിച്ചിട്ട് മുഖമടച്ചൊന്നു കൊടുത്തു. അയാളിൽ നിന്നും വല്ലാത്തൊരു ശബ്ദമുണ്ടായി. അതോടെ അയാൾ അബോധാവസ്ഥയിലായി. രജനീഷ് നാഥ് കാർ സ്റ്റാർട്ട് ചെയ്തു. സാവധാനം മുന്നോട്ട് പോയി. തൻ്റെ ബംഗ്ലാവിലേക്കുള്ള ചെറിയ പാതയിലേക്ക് തിരിഞ്ഞതും എതിർദിശയിൽ നിന്നും ഒരു കറുത്ത അംബാസഡർ കാർ അദ്ദേഹത്തിൻ്റെ മാരുതി കാറിന് കുറുകെ നിന്നു. അപകടം മൺതറഞ്ഞ ആ സാഹസികൻ ഞൊടിയിടയിൽ ബ്രേക്ക് അമർത്തി. പിന്നെ അതേ വേഗത്തിൽ പിന്നോട്ടെടുത്തിട്ട് നേർവഴിയെ പാഞ്ഞുപോയി. കറുത്ത കാറും ഒപ്പം കുതിച്ചു. തുടർന്ന് നടന്നത് ഒരു ജീവൻ മരണ പാച്ചിലായിരുന്നു. വൺവേയിലൂടെ വണ്ടിനെ പോലെ പായുന്ന മാരുതിക്ക് ഒപ്പം എത്തുവാൻ അംബാസഡറിന് കഴിഞ്ഞില്ല. ഇതിനിടെ രജനീഷ് നാഥ് വയർലെസ് ഓൺ ചെയ്ത് കേന്ദ്രത്തിലേക്ക് വിവരമറിയിച്ചു. ഉടനെ അവിടെ നിന്നും നമ്പർ 4 നേതൃത്വത്തിലുള്ള രക്ഷാഭടന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. ഉദ്ദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറുത്ത കാറിന് പിന്നിൽ ഒരു ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു വന്നു. വളരെ വേഗം അത് അടുത്തെത്തി. കാറിനെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കടന്നപ്പോഴേക്കും കാറിൽ ഉണ്ടായിരുന്നവർക്ക് അപകടം ഉറപ്പായി. അതിൽ 3 പേർ ഉണ്ടായിരുന്നു. ജീപ്പ് റോഡിന് നടുവിൽ പൊടുന്നനെ നിന്നു. അതിന് പിന്നിൽ വല്ലാത്തൊരു ശബ്ദത്തോടെ കാറിൻ്റെ ടയർ കരിഞ്ഞ മണം അവിടെ പരന്നു. ജീപ്പിൽ നിന്നും ആയുധധാരികളായ ഒരു സംഘം ആൾക്കാർ ചാടി ഇറങ്ങിയപ്പോഴേക്കും കാർ റിവേഴ്സിൽ നീങ്ങിയിട്ട് മറ്റൊരു പാതയിലേക്ക് കയറി. അതിൻ്റെ നമ്പർ പോലും കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത്രയും നേരത്തിനുള്ളിൽ രജനീഷ് നാഥ് സുരക്ഷിതമായ ഒരു താവളത്തിലെത്തിയിരുന്നു. കാർ നിർത്തുമ്പോഴും ആ മനുഷ്യന് സ്വബോധം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അയാളെ വലിച്ചു പുറത്തിറക്കി. പക്ഷേ രജനീഷ് നാഥിൻ്റെ നെറ്റി ചുളിഞ്ഞു. ആ ശരീരം തണുത്തിരിക്കുന്നു. എന്താണ് സാബ്? ആയുധമേന്തിയ കാവൽക്കാരൻ അടുത്തു വന്നു. നത്തിങ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അയാളെ തിരിച്ചിട്ടു. ആ കണ്ണുകൾ തുറച്ചു നിന്നിരുന്നു. വായിലൂടെ കട്ടച്ചോര പുറത്തേക്ക് ഒഴുകുന്നു. തൻ്റെ അടിയേറ്റല്ല അയാൾ മരിച്ചതെന്ന് രജനീഷ് നാഥിന് ഉറപ്പുണ്ടായിരുന്നു. രാത്രി 12:10 കമാൻഡർ രജനീഷ് നാഥ് ഒരു ബൈക്കിൽ ഹോട്ടൽ താജിൻ്റെ മുറ്റത്തെത്തി. ബൈക്ക് വേഗത്തിൽ മുന്നോട്ടെടുക്കുവാൻ പാകത്തിൽ ഒരിടത്ത് വച്ചിട്ട് റിസപ്ഷൻ കടന്ന് ലിഫ്റ്റിനരിയിലേക്ക് നീങ്ങി. 5-ാം നിലയുടെ ഇടനാഴി ശൂന്യമായിരുന്നു. കീശയിൽ റിവോൾവർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് അദ്ദേഹം 21-ാം നമ്പർ റൂമിൻ്റെ വാതിൽ മുട്ടി. അടുത്തു വരുന്ന പാദപതന ശബ്ദം കേട്ടില്ല. എന്നാൽ വാതിലിൻ്റെ ഹാൻഡിൽ തിരിഞ്ഞു. തുറക്കപ്പെട്ട വാതിലിനപ്പുറത്ത് ഒരു അപ്സര കന്യകയെപ്പോലെ അവൾ, സ്വപ്ന എന്ന സൂസൻ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവൾ മന്ദഹസിച്ചു. അകത്തേക്ക് വരൂ. അദ്ദേഹം അകത്ത് കടന്നുവിടുന്നേ അവൾ വാതിലടച്ചു. അങ്ങയുടെ പേര് പറഞ്ഞില്ല. ഞാൻ ശക്തി. മുഴുവൻ പേര് ശക്തിധരൻ. അവളുടെ മൃദുത്വമുള്ള ചുണ്ടുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്തു പരതി നടന്നു. ഓ ശക്തി. സ്വപ്നേ, അദ്ദേഹം വികാരവായ്പോടെ വിളിച്ചു. ഈ റൂമിൽ മറ്റാരുമില്ലല്ലോ. അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇന്ന് പകൽ നിൻ്റെയൊപ്പം ആരെയോ ഞാൻ കണ്ടിരുന്നു. അതിനവൾ മറുപടി പറഞ്ഞില്ല. അവളുടെ നേർത്ത ഗൗൺ ശരീരത്തിൽ നിന്ന് ഊർന്നുപോയി. നിൻ്റെ നാട് എവിടെയാണ്? ഒന്നും ചോദിക്കരുതെന്ന് പറഞ്ഞില്ലേ? അവൾ കൊഞ്ചി. നമുക്ക് കിട്ടിയിരിക്കുന്ന സമയത്ത് അതും ഇതും പറയുന്നത് എന്തിനാ? നിന്നെ എനിക്ക് ആവശ്യമുണ്ടടി, രജനീഷ് നാഥ് മനസ്സിൽ പറഞ്ഞു. നീയാണ് എൻ്റെ തുറുപ്പ് ചീട്ട്. കിടക്കയിൽ അവർ കെട്ടിമറിഞ്ഞു. ഏത് കുറ്റാന്വേഷകനും ചിലപ്പോൾ ഇത്തരം രംഗങ്ങളിൽ സഹകരിക്കേണ്ടി വരും. ഇവളുടെ ശരീരമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന ബോധം ഇവളിലുണ്ടാക്കണം. അതുകൊണ്ട് തന്നെ അവളുടെ ചേഷ്ടകൾക്ക് വശംവദനായി. എല്ലാ കാര്യത്തിലും അവൾ തന്നെയാണ് മുൻകൈയെടുത്തത്.
ഇനിയൊന്ന് കാണണമെങ്കിൽ. വസ്ത്രം ധരിക്കുന്നതിനിടയിൽ ആലിസൺ പൂണ്ടുകിടക്കുന്ന സൂസനെ അദ്ദേഹം നോക്കി. പകൽ സമയം ഞാൻ ഫ്രീയാണ്. എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇപ്പോൾ ഇവളോടൊന്നും ചോദിക്കാതെ തന്ത്രപൂർവ്വം നീങ്ങുന്നതാണ് നല്ലതെന്ന് രജനീഷ്നാഥിന് തോന്നി. എങ്കിൽ പിന്നെ കാണാം. രാവിലെ ഇവിടേക്ക് ഞാൻ ഫോൺ ചെയ്യാം. ഇവിടേക്ക് വേണ്ട, കൗണ്ടറിലേക്ക് മതി. ഞാൻ അവിടെ കാത്തു നിൽക്കാം. കൃത്യസമയം പറഞ്ഞാൽ മതി. ഷുവർ. അദ്ദേഹം അവൾക്കൊരു ചുംബനം നൽകിയിട്ട് പിന്തിരിവാൻ ഭാവിക്കവേ അവൾ വിളിച്ചു, മിസ്റ്റർ രജനീഷ്നാഥ്. അദ്ദേഹം ഞെട്ടിത്തിരിഞ്ഞു. ഒപ്പം കൈ കീശയിലേക്ക് നീങ്ങി. അറിഞ്ഞുകൊണ്ടാണ് ഞാൻ താങ്കൾക്ക് വശംവദയായത്. എന്തിനെന്നറിയാമോ? അദ്ദേഹം ചോദ്യഭാവത്തിൽ അവളെ നോക്കി. താങ്കൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഡോർബെൽ മുഴങ്ങി. അവർ നടുക്കത്തോടെ വാതിൽക്കലേക്ക് കണ്ണയച്ചു. ഒരു നിമിഷം കമാൻഡർ രജനീഷ്നാഥും സ്വപ്ന എന്ന സൂസനും അമ്പരന്നു നിന്നു. ഡോർബെൽ വീണ്ടും ശബ്ദിക്കുകയാണ്. അതാരായിരിക്കും? രജനീഷ്നാഥ് അവളെ നോക്കി. അവൾ വിറയ്ക്കുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. താങ്കളെ അവർ കണ്ടാൽ? ആര്? തൽക്കാലം താങ്കൾ കിടക്കയുടെ അടിയിൽ ഒളിക്കുക. ഞാൻ വാതിൽ തുറക്കട്ടെ. വസ്ത്രം നേരെയാക്കിയിട്ട് അവൾ വാതിലിലേക്ക് നടന്നു. എന്ത് വേണമെന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ട് അദ്ദേഹം കട്ടിലിനടിയിലേക്ക് കയറി. സൂസൻ വാതിൽ തുറന്നു. പുറത്ത് ബ്ലാക്ക് റോബോട്ട്. ബോസ് അവിടേക്ക് വന്നിരുന്നല്ലോ, അവൾ പെട്ടെന്ന് പറഞ്ഞു. ശരിയാണ്, അയാൾ അവിടെയുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ മകളുമായി ചില കുരുത്തക്കേടുകൾ കാട്ടുകയാണ്. അയാൾ അകത്തേക്ക് കയറി. അപ്പോൾ സൂസനെ കൂട്ടായി ഞാൻ പോന്നേക്കാമെന്ന് വെച്ചു. റോബോട്ട് വാതിലടച്ചു ബോൾട്ട് ചെയ്തു. ഒരു മണിക്കൂറിന് ശേഷം അയാൾ പോയി കഴിഞ്ഞപ്പോൾ കമാൻഡർ രജനീഷ്നാഥ് പുറത്തു വന്നു. ആരായിരുന്നു അത്? എന്നോടിപ്പോൾ ഒന്നും ചോദിക്കരുത്. നാളെ ഫോൺ ചെയ്യൂ. ഇപ്പോൾ ദയവായി പോകൂ. അദ്ദേഹം ഫോൺ ചെയ്യുന്ന സമയം പറഞ്ഞിട്ട് അവിടെ നിന്നിറങ്ങി. രാവിലെ 8 മണിയായപ്പോൾ കമാൻഡർ രജനീഷ്നാഥ് ഉണർന്നു. പരിചാരകർ കൊണ്ടുവന്ന ചൂടുചായ അകത്താക്കുന്നതിനിടയിൽ 4 അസിസ്റ്റന്റ്മാർക്കും ഫോൺ ചെയ്തു. നേരത്തെ പറഞ്ഞിരുന്ന ജോലികളെല്ലാം ഉപേക്ഷിച്ച് അടിയന്തരമായി ഇവിടെ എത്തിച്ചേരുക. അനന്തരം കുളിച്ച് വസ്ത്രം മാറിയപ്പോഴേക്കും 4 പേരും എത്തി. തൻ്റെ പ്രൈവറ്റ് റൂമിലിരുന്ന് അദ്ദേഹം അവരുമായി ചർച്ച നടത്തി. പ്രേംചന്ദ് ചാറ്റർജി ഡൽഹിയിൽ തന്നെയുണ്ട്, ഹോട്ടൽ താജിൽ. അയാളെ വാച്ച് ചെയ്യുക മാത്രം മതി തൽക്കാലം. നമ്പർ 4 ആ ജോലി ഏറ്റെടുക്കണം. മറ്റുള്ളവർ ഏത് നിമിഷവും ഒരു ഓപ്പറേഷന് തയ്യാറായിരിക്കുക. ഈ നേരത്തെ ഫോൺ ശബ്ദിച്ചു. അദ്ദേഹം റിസീവർ എടുത്തു. രജനീഷ്നാഥ് ഹിയർ. 2 മിനിറ്റ് നേരത്തെ സംഭാഷണം അവസാനിച്ചപ്പോഴേക്കും അദ്ദേഹം നടുങ്ങിപ്പോയിരുന്നു. എന്താണ് സാർ? 4 പേരും ഒരേ സ്വരത്തിൽ തിരക്കി. നിങ്ങൾ 4 പേരും ആവശ്യത്തിന് പോലീസുകാരുമായി ചെന്ന് ഹോട്ടൽ താജ് വളയുക. ഞാൻ എത്തുന്നതുവരെ ആരും അകത്തേക്കോ പുറത്തേക്കോ പോകുവാൻ അനുവദിക്കരുത്. ഓക്കെ സാർ. രജനീഷ്നാഥ് തൻ്റെ കാറിൽ കയറി 10 മിനിറ്റ് കൊണ്ട് മെഡിക്കൽ കോളേജിലെത്തി. അദ്ദേഹിത വിഭാഗത്തിലേക്ക് വേഗത്തിൽ ചെല്ലുമ്പോൾ ഡോക്ടർ തമ്പാൻ എതിരെ വന്നു. മിസ്റ്റർ രജനീഷ്നാഥ്, ഞാൻ താങ്കളെ പ്രതീക്ഷിക്കുകയായിരുന്നു. അവൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? രക്ഷപ്പെടുവാൻ സാധ്യത വളരെ കുറവ്. ഇപ്പോഴാണെങ്കിൽ അവളിൽ നിന്നും എന്തെങ്കിലും വിവരം കിട്ടിയേക്കും. ഇരുവരും പെട്ടെന്ന് ഒരു കിടക്കയ്ക്ക് അരികിലെത്തി. അതിൽ വാടിയ താമരതണ്ട് പോലെ അവൾ കിടന്നിരുന്നു. സൂസൻ എന്ന സ്വപ്ന. സ്വപ്നെ. ഡ്രിപ്പ് സ്റ്റാൻഡിൽ തൂങ്ങിക്കിടക്കുന്ന ബ്ലഡ് കുപ്പിയിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം വിളിച്ചു. അവൾ അല്പം തലതിരിച്ച് അദ്ദേഹത്തെ നോക്കി. സാർ. പതിഞ്ഞ ശബ്ദം. അദ്ദേഹം ഒരു കസേര വലിച്ചിട്ട് കിടക്കയ്ക്ക് അരികിലിരുന്നു. നിനക്കെന്താണ് സംഭവിച്ചത്? നമ്മൾ സന്ധിച്ച വിവരം ചാറ്റർജി അറിഞ്ഞു. അവളുടെ മിഴികൾ നിറഞ്ഞു. എന്നിട്ട്? താങ്കളെ ഞാൻ വധിച്ചില്ലെന്ന കാരണത്താൽ എൻ്റെ നേരെ നിറയൊഴിച്ചു. പിന്നെ താഴേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ അവിടെ തന്നെയുണ്ടോ? അറിയില്ല സാർ. ഞാൻ പോകാറായിരിക്കുന്നു. അതിനു മുമ്പ് ഒരു സംഗതി പറയാം. പറയൂ. അയാളുടെ ലക്ഷ്യം പാക് പ്രസിഡന്റിനെ വധിക്കുകയാണ്. അതിന് അയാളെ ബ്ലാക്ക് റോബോട്ട് സഹായിക്കുന്നു. ഇന്നലെ രാത്രിയിൽ എൻ്റെ മുറിയിൽ വന്നത് അയാളായിരുന്നു. രജനീഷ്നാഥിൻ്റെ തലച്ചോറിൽ ഒരു തേൾ കുത്തി. ബ്ലാക്ക് റോബോട്ട്. അവനും ഈ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സ്വപ്നെ. രജനീഷ്നാഥ് എന്തോ പറയുവാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷേ അവൾ അപ്പോഴേക്കും ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ട് കമാൻഡർ രജനീഷ്നാഥ് നേരെ ഹോട്ടൽ താജിലേക്ക് പോയി. അവിടെ പോലീസിനെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇത്രയും കാക്കിധാരികൾ ഹോട്ടൽ വളഞ്ഞതിൻ്റെ കാര്യമറിയാതെ മറ്റുള്ള കെട്ടിടങ്ങളിൽ നിന്നും മറ്റും ആൾക്കാർ അവിടേക്ക് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. സെർച്ച് വാറണ്ട് മാനേജറെ കാണിച്ച ശേഷം രജനീഷ്നാഥിൻ്റെ നേതൃത്വത്തിൽ പോലീസ് ഹോട്ടൽ റെയ്ഡ് ചെയ്തു. ആരും പുറത്തേക്ക് പോയിട്ടില്ലല്ലോ? അദ്ദേഹം നമ്പർ 1 നോക്കി. നോ സാർ. അവർ ലിഫ്റ്റിൽ 5-ാം നിലയിലെത്തി. തോക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ടാണ് 21-ാം നമ്പർ റൂമിൻ്റെ വാതിലിൽ മുട്ടിയത്. അല്പം കഴിഞ്ഞിട്ടും അകത്തുനിന്നും പ്രതികരണമൊന്നും ഉണ്ടാകാഞ്ഞപ്പോൾ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചു. അത് തുറക്കപ്പെട്ടു. അകത്ത് പ്രേംചന്ദ് ചാറ്റർജി തോക്ക് ചൂണ്ടി നിൽക്കുകയല്ലെന്ന് എങ്ങനെ അറിയും? അല്പനേരം കഴിഞ്ഞിട്ടും അകത്തുനിന്നും പ്രതികരണമൊന്നും ഉണ്ടാകാഞ്ഞപ്പോൾ മെല്ലെ മുന്നോട്ട് കാൽ വെച്ചു. ഒരു നിമിഷം. കമാൻഡർ രജനീഷ്നാഥിൻ്റെ നട്ടെല്ലിൽ ഒരു തരിപ്പുണ്ടായി. കാർപ്പറ്റിലൂടെ ഒഴുകി കട്ടപ്പിടിച്ച രക്തം. അതിൻ്റെ ഉറവിടം നോക്കി മുന്നോട്ട് നീങ്ങി. കർട്ടൻ മാറ്റി കിടക്കയിലേക്ക് കണ്ണയച്ചപ്പോൾ മൈ ഗോഡ്! അറിയാതൊരു ശബ്ദം അദ്ദേഹത്തിൽ നിന്നുണ്ടായി. കട്ടിലിൽ നിവർന്നു കിടക്കുന്നു ചാറ്റർജി എന്ന അധോലോക ചക്രവർത്തി. ഒരു വ്യത്യാസം മാത്രം. തല കഴുത്തിലില്ല. പകരം കുറച്ചപ്പുറത്ത് മേശപ്പുറത്തിരിക്കുന്നു. പോലീസുകാർ പോലും അലറിക്കരഞ്ഞുപോയി.
കൊലയാളി ആര്? അദ്ദേഹത്തിന് അതിനുത്തരം കിട്ടിയില്ല. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുറിയിലേക്ക് വന്നു. ഫോൺ ശബ്ദിച്ചു. രജനീഷ് നാഥ് അറ്റൻഡ് ചെയ്തു. കമാൻഡർ രജനീഷ് നാഥ് അല്ലേ? അപ്പുറത്തു നിന്നും ഒരു പരുക്കൻ ശബ്ദം. യെസ്. നിങ്ങൾ ആരാണ്? ഐ ആം ബ്ലാക്ക് റോബർട്ട്. ഞാനാണ് ചാറ്റർജിയെ കൊന്നത്. ഒരു പൂർവ്വകാല കണക്ക് തീർക്കുന്നതിന് വേണ്ടി. ഫോൺ ഡിസ്കണക്റ്റായി. കഥ തുടരും.